മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുമായിരുന്നു, മനിത്തഖാ ലം യശ്ഫി ഗൈള. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ അവരുടെ കോപം നിയന്ത്രിക്കുന്നവരാണ്. നമുക്കൊക്കെ ദേഷ്യമുണ്ട്, ആണുങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകും, പെണ്ണുങ്ങൾക്കുണ്ടാകും. ദേഷ്യപ്പെടാൻ വലിയ രസമായിരിക്കും. പക്ഷേ വൽഖാദിമീനൽ ഗൈള, ദേഷ്യം കടിച്ചു പിടിക്കുന്നവർ, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് പരിശുദ്ധ ഖുർആൻ. ലം യശ്ഫി ഗൈള, നമ്മുടെ ദേഷ്യം, പക അല്ലെങ്കിൽ വൈരാഗ്യം, അത് നിയന്ത്രിക്കുന്നവരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. വമൻ ഖാഫ ലം യഫ്അൽ മാ യശാ, അല്ലാഹുവിനെ പേടിക്കുന്നവർ തോന്നിയത് ചെയ്യുന്നവരല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മനോഹരമായ വാക്യങ്ങളാണിത്. വമൻ ഖാഫ ലം യഫ്അൽ മാ യശാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ തോന്നിയത് ചെയ്യൂല. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ, ഒരു CCTV ക്യാമറ എന്നതിലപ്പുറം അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന് എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ ഇഷ്ടമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. വലൗലാ യൗമുൽ ഖിയാമ, അന്ത്യനാളില്ലായിരുന്നുവെങ്കിൽ ലകാന ഗൈറ മാ തറൂൻ, നിങ്ങൾ കാണുന്നത് പോലെയായിരിക്കില്ല കർമ്മങ്ങൾ. ഖിയാമത്ത് നാളില്ലായിരുന്നെങ്കിൽ ലകാന ഗൈറ മാ തറൂൻ. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അനുചരന്മാരിൽ, അനുയായികളിൽ, സ്വഹാബികളിൽ നല്ല കരുത്തുറ്റവരും ആരോഗ്യ ദൃഢഗാത്രരും സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് ഉള്ളവരും എന്ത് വിചാരിച്ചാലും ചെയ്യാനും ചെയ്യിപ്പിക്കാനും കഴിയുന്ന ആളാണ്. ആ മഹാനുഭാവൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് സാത്വികനായി ജീവിച്ചത് പരലോകം അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് ലൗലാ യൗമുൽ ഖിയാമ ലകാന ഗൈറ മാ തറൂൻ, അന്ത്യനാളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത് ആയിരിക്കില്ലായിരുന്നു സംഭവിക്കുന്നത്. അന്ത്യനാൾ ഉണ്ടായതിന്റെ പേരിലാണ് ഞാനൊക്കെ ഇങ്ങനെ പാവമായി പോയത് എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഉമറല്ല ശരിക്കുള്ള ഉമർ. ഞാൻ അല്ലാഹുവിനെ പേടിച്ച് പരലോകമുണ്ടല്ലോ എന്ന് പേടിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ ഇപ്പൊ ഇങ്ങനെ കാണുന്നത് എന്ന ഒരു മഹത്തായ വാക്യം മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പരസ്പരം മാപ്പ് ചെയ്ത് അല്ലാഹുവിന്റെ മാപ്പും അല്ലാഹുവിന്റെ പ്രതിഫലവും കാംക്ഷിക്കാൻ എന്താണ് വഴി എന്ന് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സാണിത്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ 10 അല്ലാഹു നമുക്ക് പുറത്തു തരണം എന്നല്ലേ പറയുന്നത്. അതിന് നമ്മൾ അല്ലാഹുവിനോട്, മനുഷ്യരെ സർവ ആളുകളോടും, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മാതാപിതാക്കൾ മക്കളോട്, മക്കൾ മാതാപിതാക്കളോട്, ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം, സുഹൃത്തുക്കൾ പരസ്പരം മാപ്പ് ചെയ്തു കൊടുത്തേ പറ്റി. വൈരാഗ്യം നമ്മളെ ശിക്ഷിക്കലാണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലുണ്ട് അൽ അഫ്വു, അല്ലാഹു ഏറ്റവും കൂടുതൽ മാപ്പ് ചെയ്യുന്നവനാണ്. യഅഫു എന്ന് പറഞ്ഞാൽ മഹാ യംഹു, മായ്ച്ചു കളയുക എന്നാണ്. സംഭവിച്ചുപോയ തെറ്റുകളെ അവിടെ വെച്ചേക്കാതെ മായ്ച്ചു കളയുന്നവനാണ് അല്ലാഹു. അതിന്റെ അടയാളം പോലുമില്ല. പാപമോചനം ചോദിക്കുന്നവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുന്നു. പിന്നെ നീ ഇത് ചെയ്തിരുന്നില്ലേ എന്ന് പോലും അല്ലാഹു അവരോട് ചോദിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം. അതാണ് അഫു, മാപ്പ് ചെയ്ത് മായ്ച്ചു കളയുന്നവൻ എന്നാണ് ഇതിനർത്ഥം. അല്ലാഹു ഈ ഇരിക്കുന്ന നേരം ജുമുഅ നിസ്കാരം കഴിഞ്ഞ് فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യം പ്രതീക്ഷിക്കണമേ ജുമുഅ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ നേരത്താണ് നമ്മളുള്ളത്. അല്ലാഹുവിന്റെ ഔദാര്യം അല്ലാഹു വേണ്ടുവോളം നൽകട്ടെ. അല്ലാഹു ഈ സദസ്സിനെ ഖബൂലാക്കി തരട്ടെ. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം
അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിമുസ്സലാം. ഏറ്റവും നല്ല മാന്യനായ അഭിമാനമുള്ള കരീമായ ഒരു മാന്യൻ, പിതാവും മാന്യനാണ്, വല്യുപ്പയും മാന്യരാണ്, അവരുടെ ഉപ്പയും മാന്യരാണ്. അങ്ങനെ ഒരു മഹത്വം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനാണെന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകൻ, പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രവാചകൻ, അവരുടെ പിതാവ് ഇസ്ഹാഖ് നബി പ്രവാചകൻ, അവരുടെ ഉപ്പയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. 3 തലമുറയിൽ പ്രവാചകന്മാരെ ലഭിച്ച മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിയേ അങ്ങേക്ക് നാം ഏറ്റവും മനോഹരമായ ചരിത്രം പറഞ്ഞു തരുന്നു നബിയേ എന്ന് അല്ലാഹു പറഞ്ഞിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ ചരിതമാണ് പറഞ്ഞത്. പൊട്ടക്കിണറ്റിലേക്ക് സ്വന്തം ജ്യേഷ്ഠന്മാർ വലിച്ചെറിഞ്ഞ് അപായപ്പെടുത്താനും കൊല്ലാനും ശ്രമിച്ച് ആരാരും എത്തി നോക്കാത്ത, ആരും പോയി നോക്കാത്ത കാടിനുള്ളിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പൊട്ടക്കിണറ്റിലേക്ക് പിഞ്ചുബാലനായ അനുജനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എറിഞ്ഞു പോന്ന ദുഷ്ടന്മാരായിരുന്ന ജ്യേഷ്ഠന്മാർ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷിക്കാൻ അവിടെ ആരുമില്ല, അല്ലാഹു ജല്ല ജലാലുഹു ഒഴികെ. മഹാനായ പ്രവാചകന് ഒരു യാത്രാ സംഘം വെള്ളം എടുക്കാൻ വേണ്ടി വന്നവർ അവിചാരിതമായി സുന്ദരനും സുമുഖനുമായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുകയും ഈജിപ്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്ത നേരം മഹാനായ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ അധികാരിയായി മാറുന്നു. റേഷൻ വാങ്ങിക്കാൻ വേണ്ടി കൻആൻ ദേശത്ത് നിന്ന് സ്വന്തം ജ്യേഷ്ഠന്മാർ റേഷൻ വാങ്ങിക്കാൻ വേണ്ടി സ്വന്തം കൊട്ടാരമുറ്റത്തേക്ക് വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ യൂസുഫിനെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ സഹോദരൻ യൂസുഫിനെ? അവര് പറഞ്ഞുവല്ലോ, അവര് എന്നോ മരിച്ചുപോയിട്ടുണ്ട്, ചെന്നായ കടിച്ചു തിന്നതാണ്. സ്വന്തം പിതാവിനോട് പറഞ്ഞ കളവ് രണ്ടാമതും ആവർത്തിച്ചു. ഇസ്ലാമിന്റെ മുമ്പിൽ ചോദിക്കുന്നത് യൂസുഫ് നബിയാണെന്നറിയാതെ. അങ്ങനെയാണ് അന യൂസുഫ് വഹാദാ അഖി, ഇത് യൂസുഫാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, എന്റെ കൂടെയുള്ളത് എന്റെ അനുജൻ ബിന്യാമീനാണ്, നിങ്ങളൊക്കെ എന്റെ ജ്യേഷ്ഠന്മാർ, എന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം, എന്റെ ഉമ്മ റാഹീൽ. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം എന്നോ മരിച്ചുപോയി എന്ന് വിചാരിച്ച ജ്യേഷ്ഠന്മാരോട് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട് ഈജിപ്തിന്റെ അധികാരിയായി മാറിയ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിന്ന് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ഞങ്ങളെ അധികാരത്തിന്റെ ചെങ്കോലുള്ള പ്രവാചകൻ എന്താണ് ചെയ്യുക എന്ന് വിചാരിച്ച് പരിഭ്രാന്തി പൂണ്ട് നിൽക്കുമ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്, ലാ തത്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ലാ തത്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അല്ലാഹു ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്, അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. ലാ തത്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ. സൂറത്തു യൂസുഫിൽ വിശുദ്ധ ഖുർആൻ പരസ്പരം പുറത്തു കൊടുക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സൂറയാണ്. വിശുദ്ധ ഖുർആനിലെ അധ്യായമാണ് സൂറത്തു യൂസുഫ്. പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറയുന്നത് മനുഷ്യരിൽ ഉദാത്ത മാതൃക കാണിച്ചവരാണവർ. അവരുടെ ജീവിത വിശുദ്ധിയാണ് മനുഷ്യർ കൊണ്ടു നടക്കേണ്ടത്. പരസ്പരം മാപ്പ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിപ്പിക്കുന്ന അതിമനോഹരമായ സംഭവത്തെയാണ് അല്ലാഹു അഹ്സനുൽ ഖസസ്, ചരിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് പറഞ്ഞത്. ഈ റമദാനിന്റെ പകലിൽ
അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ ഒരുക്കമാണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ പറയില്ലേ, ഞാൻ എന്തായാലും മാപ്പ് കൊടുക്കില്ല, മാപ്പ് കൊടുക്കാൻ പറ്റാത്ത അത്ര എന്നോട് ദുൽമ ചെയ്തിട്ടുണ്ട്, എന്നോട് അത്രക്ക് ക്രൂരമായി പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും അതേ വാക്ക് അള്ളാഹു നമ്മളോട് പ്രയോഗിക്കുകയാണെങ്കിൽ അവന് പുറത്തു കൊടുക്കാണ്ടിരിക്കാൻ മാത്രം അവൻ എന്നോട് തെറ്റ് ചെയ്തവനാണ്, മനഃപൂർവ്വം ധിക്കാരം ചെയ്തവനാണ് എന്ന് അള്ളാഹു നമ്മളോട് അതേ ചോദ്യം ചോദിച്ചാൽ നമുക്ക് മാപ്പ് കിട്ടുമോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ മാപ്പ് പ്രതീക്ഷിക്കുന്നവർ വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ മാപ്പ് കൊടുക്കണമേ, പുറത്തു കൊടുക്കണമേ, അള്ളാഹു മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിന്റെ മാതൃക. മുത്തുനബി തങ്ങളോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്ന അന്നത്തെ കപടവിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖീങ്ങൾ നരകത്തിന്റെ താഴെ തട്ടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും ആ യുദ്ധത്തിൽ അവസാനം യുദ്ധത്തിലെ സൈന്യത്തിൽ നിന്ന് വീണുപോയത് പെറുക്കിയെടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച സഫ്വാൻ ഇബ്നു മുഅത്തുൽ റളിയല്ലാഹു അൻഹുവിനെയും ബന്ധപ്പെടുത്തിയിട്ട് വ്യഭിചാര ആരോപണം മഅദല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അൽ മുബറഅതി മിൻ ഫൗഖി സബ്ഇ സമാവാത്, 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധയാണ് എന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ മോശമായി പറയുകയും അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കാനും ശ്രമിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരിക്കാൻ കിടക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് ലോകത്തോട് വിട പറയാൻ പോവുകയാണ്, എന്റെ പിതാവിന് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് മാപ്പ് ചെയ്തു കൊടുക്കണേ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ദുഷ്ടനാണ്, നബി തങ്ങളോട് ഒരുപാട് ഉപദ്രവം ചെയ്ത ആളാണ്. മദീനയിൽ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളി ഉണ്ടായിരിക്കെ സമാന്തരമായ ഒരു പള്ളി, ഞങ്ങൾക്ക് വേറെ പള്ളി വേണമെന്ന് പറഞ്ഞ് മസ്ജിദ് ളിറാർ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ഈ മനുഷ്യൻ. ആ പള്ളിയാണ് നബി തങ്ങൾ ചുട്ടുകരിക്കാൻ വേണ്ടി പറഞ്ഞത്. അത്രയുമല്ല, ഖന്തഖ് യുദ്ധം നടക്കുമ്പോ, അഹ്സാബ് യുദ്ധം നടക്കുമ്പോ, തബൂക്കില് എല്ലാ യുദ്ധങ്ങളിലും തുരങ്കം വെച്ച് മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടി ശത്രുക്കൾക്ക് ഒറ്റുകൊടുത്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ജീവിതത്തിൽ ഹബീബായ നബി തങ്ങൾ സഹകരിച്ചു, സഹിഷ്ണുത പാലിച്ചു എന്ന് ഒരു വേള നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഹബീബിന്റെ ഉമ്മത്തികളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പരിശുദ്ധ നബി തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നമ്മൾ നബിയെ പിൻപറ്റാൻ വന്നവരാണ്. പ്രവാചകരെ പിൻപറ്റലാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ. നടിമാരും നടന്മാരും അല്ലല്ലോ നമ്മുടെ മാതൃകകൾ. നമ്മുടെ മാതൃക അഷ്റഫുൽ ഖൽഖാൻ, അവിടുത്തെ കുടുംബമാണ്, അവിടുത്തെ സ്വഹാബിമാരാണ്, അവിടുത്തെ അനുചരന്മാരാണ്. ഹബീബായ നബി തങ്ങളോട് പിതാവിന് മാപ്പ് കൊടുക്കണേ നബിയേ എന്ന് പറഞ്ഞു വരുന്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു. നബിയേ, എന്റെ പിതാവ് മരിക്കാറായിട്ടുണ്ട്, പിതാവിന് മാപ്പ് കൊടുക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ മാപ്പ് ചെയ്തു. പിന്നെ പറഞ്ഞു, എന്റെ പിതാവിനെ കഫൻ ചെയ്തു കൊണ്ടുപോകുമ്പോൾ നബിയേ, അങ്ങയുടെ ശരീരം തട്ടിയ ഒരു വസ്ത്രം കിട്ടിയാൽ ആ വസ്ത്രത്തിലായി എന്റെ പിതാവിനെ മറവു ചെയ്താൽ അല്ലാഹു തആല എന്റെ പിതാവിന് പുറത്തു കൊടുത്തേക്കും. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ ഒരു ഖമീസ് അങ്ങ് എനിക്ക് നൽകണം, അതെന്റെ ഉപ്പാക്ക് കഫംപുടയായി കൊടുക്കാനാണെന്ന് മുനാഫിഖായി മനുഷ്യന് വേണ്ടി ചോദിച്ചു.
മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണിഞ്ഞിരുന്ന ഖമീസ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന് നബി തങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എന്റെ പിതാവിന്റെ മയ്യിത്ത് നിസ്കാര നബിയെ അങ്ങ് നിർവഹിക്കണം, എന്റെ പിതാവിന് പൊറുക്കൽ അനുവദിക്കണം എന്നുകൂടെ ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാമനസ്കത, ഒരു ശത്രുവിനോട് ജീവിതകാലത്ത് നബിതങ്ങളോട് സന്ധിയില്ലാ സമരം ചെയ്ത ആള്, മുത്തുനബിതങ്ങളോട് ഏറ്റവും വെറുപ്പുള്ള വാക്കുകൾ പ്രയോഗിച്ച ആള്, തങ്ങള് അന്ന് മദീനയിലേക്ക് ഒരു കഴുതപ്പുറത്ത് വന്നപ്പോ ആ ഹബീബിന്റെ വാഹനത്തെ നോക്കിയിട്ട് ഇതാ ദുർഗന്ധമുള്ള ഒരു വാഹനം കണ്ടോ, ഈ ദുർഗന്ധമുള്ള വാഹനം കൊണ്ട് ഇവിടെ നിന്നും പോകാൻ പറ്റുമോ എന്ന് പോലും നബിതങ്ങളോട്, നബിതങ്ങളെ കുറിച്ച് സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് അപമാനിച്ച മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹിഷ്ണുതയാണ് നമ്മൾ കാണേണ്ടത്. വിശുദ്ധ നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, എന്റെ പാപങ്ങൾ നീ പുറത്തു തരേണമേ, എന്റെ പാപങ്ങൾ നീ പുറത്തു തരേണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവിനോട് പാപമോചനം ചോദിക്കുമ്പോൾ നമ്മളോട് പാപം ചെയ്തവർക്ക് നമ്മൾ പുറത്തു കൊടുക്കേണ്ടവരാണ്. നമ്മളോട് തെറ്റ് ചെയ്തവർക്ക്, നമ്മളോട് അനീതി ചെയ്തവര്, നമ്മളെ അസഭ്യം പറഞ്ഞവര്, ഒരുപക്ഷെ നമ്മെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി തളർത്തിയവര്, അവർക്ക് എന്നേക്കുമായി അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാപ്പ് കൊടുക്കേണ്ടവരാണ് നമ്മൾ. ആ ഒരു വലിയ മാതൃക നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹു എങ്ങനെയാ നമുക്ക് പുറത്തു തരാ? നമ്മൾ പുറത്തു കൊടുക്കേണ്ടവരല്ലേ? മനുഷ്യരാശി മുഴുവൻ സഹിഷ്ണുതയോടെ ജീവിക്കേണ്ടവരാണ്. കുടുംബങ്ങളിൽ സ്വാരസ്യങ്ങൾ ഉണ്ടാവേണ്ടതില്ല. കുടുംബ ജീവിതത്തിൽ കശപിശകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതൊരു വൈരാഗ്യമായി മാറേണ്ടതില്ല. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി ജീവിക്കേണ്ടതില്ല. ഒരു വീട്ടിലെ ഉമ്മയും മക്കളും പിണങ്ങിക്കഴിയേണ്ടതില്ല. ജ്യേഷ്ഠാനുജന്മാരും അനുജത്തിമാരും അമ്മായിമ്മമാരും വീട്ടിലെ ഭാര്യമാരും ഇവരൊന്നും പിണങ്ങിക്കഴിയേണ്ടവരല്ല. മനുഷ്യർ, സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ പരസ്പരം ക്ഷമിച്ചും പുറത്തും കഴിയേണ്ടവര്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും പൊറുക്കലിനെ ചോദിക്കാനും വേണ്ടി നിൽക്കുമ്പോൾ ആയത്തിറങ്ങുന്നു, വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മററതൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. നബിയേ, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പോലെയുള്ളവർക്ക് അങ്ങ് മാപ്പ് ചെയ്തു കൊടുത്താലും മാപ്പ് ചെയ്തു കൊടുത്തില്ലെങ്കിലും തസ്തഗ്ഫിർ ലഹും 70 മററ, 70 തവണ നബിയെ അങ്ങ് പൊറുക്കലിനെ ചോദിച്ചാൽ തന്നെയും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അവർക്ക് അല്ലാഹു മാപ്പ് ചെയ്യാൻ പോകുന്നില്ല നബിയെ. അതുകൊണ്ട് ഫലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. നബിയെ, അതുകൊണ്ട് അവിശ്വാസിയായി മരിച്ചുപോയ ഒരാൾക്ക് പാപമോചനം നബിയെ അങ്ങ് ചോദിച്ചേക്കരുത്. അള്ളാഹു പുറത്തു കൊടുക്കുന്നില്ല നബിയെ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് അവിശ്വാസിക്കും ഏത് നന്മക്കും ദുആ ചെയ്യാം. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ഇറക്കാൻ പാടില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 70 തവണ ചോദിച്ചാലും ഞാൻ മാപ്പ് തരില്ല എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം 70 എന്ന അക്കമല്ല. 71 തവണ ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കുമെങ്കിൽ ഞാൻ പൊറുക്കലിനെ ചോദിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ പിന്നെ ഇടപെടാൻ ഹബീബായ നബി തങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരവും പ്രാർത്ഥനയും നിർവഹിക്കാതെ നബി തങ്ങൾ തിരിച്ചു പോരുകയാണ്. അതിനുപോലും ഒരു വേള ഹബീബായ നബി തങ്ങൾ തയ്യാറായി നിന്നു എന്നതാണ് അത്ഭുതം. നമ്മൾ ഇങ്ങനെ ചെയ്യോ സ്വന്തം ശത്രുക്കളോട്?
നമ്മൾ ചെയ്യുമോ സ്വന്തം ശത്രുക്കളോട് ഇങ്ങനെ? സ്വന്തം വസ്ത്രം ഹബീബായ നബി തങ്ങൾ ധരിച്ച നബി തങ്ങളുടെ ഖമീസ്, ആ ഖമീസാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ ആ ഖബറിൽ പോയി കടത്തുമ്പോ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന വസ്ത്രം അത് ബറക്കത്താണ്. ഹബീബിന്റെ ആധാറുകൾക്ക് ബറക്കത്തുണ്ടല്ലോ. ആ ബറക്കത്ത് എന്റെ ഉപ്പാക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച്, തന്റെ ഉപ്പാക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഖൽബിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ അവിശ്വാസം കൊണ്ടു നടന്ന ആളുകളായിരുന്നു. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന് മാപ്പ് ചോദിക്കാനോ നിസ്കരിക്കാനോ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു അത് ചെയ്യരുത് എന്ന് പറയുകയായിരുന്നു സൂറത്ത് തൗബയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വിശാലമായ ഒരു ഹൃദയം, ഇത്രയും വിശാലമായ ഒരു മനസ്കത ശത്രുക്കളോട് പോലും കാണിച്ച നബിയാണ് നമ്മുടെ റസൂൽ എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബിന്റെ സ്വഭാവമെങ്കിൽ ആ സ്വഭാവ ഗുണത്തിന്റെ അല്പമെങ്കിലും നമ്മൾ പാലിക്കേണ്ടവരല്ലേ? സ്വന്തക്കാരോടെങ്കിലും. ശത്രുക്കളോട് ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ, ശത്രുക്കളോട് പോലും ഇത്രക്കും മാപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ പരസ്പരം എത്രക്ക് മാപ്പ് ചെയ്യണം? തെറിവിളിയും അസഭ്യങ്ങളും തോന്നിവാസങ്ങൾ എഴുതിവിടലും പരിഹാസങ്ങളും കൂക്കുവിളികളും എന്തിനിതിന്റെ ആവശ്യം? മുസ്ലിമീങ്ങളായ ആളുകളുടെ സ്വഭാവം അതാണോ? നമ്മൾ ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അള്ളാഹുവിന് ഇഷ്ടമാകുമോ നമ്മുടെ സ്വഭാവം? ഹബീബായ റസൂലുള്ളാഹി എന്റെ ഉമ്മച്ചി, എന്റെ ഉമ്മച്ചികളെ എന്ന് വിളിക്കുന്നവരിൽ നമുക്ക് പെടാൻ കഴിയുമോ? ഹബീബിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ട് ആ വിശാല മനസ്കത, മാപ്പ് ചെയ്യാനുള്ള മനസ്കത, അതാണ് നമുക്ക് വളർത്തിയെടുക്കുക. അതില്ലെങ്കിൽ എന്ത് ഡിഗ്രി ഉണ്ടായിട്ട് എന്ത് കാര്യം? എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? എന്ത് സംസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? സമ്പത്തുണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യരോട് നന്നായി പെരുമാറാൻ അറിയാത്തവർക്ക് എന്ത് സംസ്കാരം? അവരെന്ത് മനുഷ്യർ? മനുഷ്യരോട് ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ അള്ളാഹുവിന്റെ ആശ്രിതരായ മനുഷ്യരോട് നന്മ ചെയ്യുന്നവരാണ്. മനുഷ്യരോട് കാരുണ്യം. നമ്മളിപ്പോ CH സെന്ററിന് വേണ്ടി നമ്മുടെ മസ്ജിദുകൾ ഈ സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. സാന്ദർഭികമായി ഇന്ന് വെള്ളിയാഴ്ച, റമദാനിലെ ഈ വെള്ളിയാഴ്ച, നിങ്ങൾ നോമ്പായതുകൊണ്ടേ മൈക്ക് നല്ല സൗണ്ട് വേണം എനിക്ക്. അങ്ങനെ ചെറിയൊരു ഒരു ഡിമാൻഡ് അങ്ങനെ ഉണ്ട്. അത് പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞതിലൊരു 20 കുറവാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതാണ് ഞാൻ നോമ്പായതുകൊണ്ടേ തലമിന്നലൊക്കെ വരുന്നുണ്ട്, തൊണ്ട വലിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ സൗണ്ടൊക്കെ ഉണ്ടാവും, പക്ഷെ പറയാൻ കഴിയില്ല. പിന്നെ സംഘാടകർ എപ്പോഴും നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി എത്രയാ മൈക്ക് വെക്കേണ്ടതെന്ന് പറയും. അതിൽ പിശുക്കരുത് ദയവ് ചെയ്തിട്ട്, അതിലൊരിക്കലും കുറവ് വരുത്തരുത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, അതില്ലാണ്ട് പറയാൻ പറ്റുന്നില്ല. വേറെ സ്ഥലങ്ങൾക്ക് ഇതൊക്കെ ധാരാളമായിരിക്കും കേട്ടോ, നല്ല സൗണ്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നല്ല സൗണ്ട് വെക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഓപ്പറേറ്റർമാരൊന്നും ബുദ്ധിമുട്ടാക്കല്ല, സംഘാടകരെ വിഷമിപ്പിക്കുകയല്ല. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്, ഇങ്ങനെ ഉണ്ടാവരുത്, അതിനു വേണ്ടി പറയാണ് ഇൻഷാ അല്ലാഹ്. സുമാമത്ത് ബിൻ ഉസാൽ, അദ്ദേഹം സ്വഹാബിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു ഗോത്രത്തിന്റെ നേതാവാണ്. മദീനയുടെ പരിസരത്തുകൂടെ ഒരു സൈന്യത്തിന്റെ കൂടെ ഇദ്ദേഹം പോകുമ്പോഴേ സ്വഹാബിമാർ അദ്ദേഹത്തെ ബന്ദിയാക്കി പിടിച്ചു കൊണ്ടുവരികയാണ്. സുമാമത്ത് ബിൻ ഉസാലിനെ പിടിച്ചു കൊണ്ടുവന്നു മദീനയുടെ പള്ളിയുടെ തൂണിൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നവരെ സ്വഹാബിമാർ ഒന്നും ചെയ്യാതെ അവിടെ വെച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി പുറത്തേക്ക് വന്നപ്പോ അറബ് ഗോത്രങ്ങളുടെ പ്രഗത്ഭനായ ഒരു നേതാവിനെ കയറിൽ കെട്ടിവെച്ച് നിർത്തിയിരിക്കുകയാണ്. അതിനൊരു ന്യായമായും കാരണമുണ്ട്. അദ്ദേഹം സ്വഹാബികളിൽ ഒരുപാട് ആളുകളെ നിർദാക്ഷിണ്യം വധിച്ചു കളഞ്ഞ ആളാണ്. അദ്ദേഹം വധശിക്ഷ അർഹിക്കുന്ന ആളാണ്. സ്വഹാബികൾ പിടിച്ചു കൊണ്ടുവന്ന് ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, യുദ്ധത്തടവുകാരുണ്ടാവും. സൈന്യമായി ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്ന ആളാണ്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതദറൂന മൻ അഖദ്തും, നിങ്ങൾ ആരെയാണ് പിടിച്ചു കെട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ആരെയാ നിങ്ങൾ ഈ പിടിച്ചു കെട്ടിയിരിക്കുന്നത്?
ഞങ്ങൾക്കറിയില്ല നബിയേ, ലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല. ഹാദാ സുമാമത്ത് ഇബ്നു ഉസാലിൻ ഫഅഹ്സിനൂ ഇസാറ, ഇത് സുമാമത്ത് ഇബ്നു ഉസാലാണ്. ഫഅഹ്സിനൂ ഇസാറഹു, അദ്ദേഹത്തെ നിങ്ങൾ ബന്ദിയാക്കി വെച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തോട് നിങ്ങൾ നന്മ ചെയ്യണേ, അദ്ദേഹത്തോട് മാന്യമായി പോകൂ. ശത്രുവായ ഒരാളോട് നിങ്ങൾ മാന്യമായി പെരുമാറണമേ. യുദ്ധങ്ങൾ നടക്കുമ്പോ ഒരു യുദ്ധത്തിൽ ശത്രുക്കളെ ഏറ്റുമുട്ടും. യുദ്ധത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടലൂഹും ഹൈസു തഖിഫ്തുമൂഹും, അവരെ നിങ്ങൾ യുദ്ധക്കളത്തിൽ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ കൊന്നോളൂ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആശയത്തിന് മുഫസ്സിരീങ്ങൾ കൊടുത്ത ആ വാക്കുകൾക്ക് കൊടുത്ത വ്യാഖ്യാനം. നമ്മള് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം വെച്ച് കെട്ടുമ്പോ ചില ആളുകളെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ശരിക്കും പഠിക്കാതെയും മനസ്സിലാക്കാതെയും എവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്നതിനർത്ഥം കൊടുത്ത് ചാവേർ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ചെയ്യുന്നത് ഒരിക്കലും അള്ളാഹു പൊറുക്കില്ല. ഒരു ശരീരത്തെ കൊന്നവൻ അന്യായമായ ഒരു നിരപരാധി, ഏത് മതവിഭാഗമാവട്ടെ, ഒരു നിരപരാധിയെ കൊന്നാൽ അവർ മനുഷ്യരാശിയെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ ഇസ്ലാമാണ് നമ്മുടെ മതം. യുദ്ധക്കളത്തിൽ വെച്ച് എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ കൊന്നോളൂ. ആ പ്രത്യേകമായ സാഹചര്യം പരിശുദ്ധ മക്കയുടെ ഹറമിൽ നിന്ന് സ്വഹാബികളെയും ദിബിതങ്ങളെയും പുറത്താക്കിയ നേരത്തെ ഒരു യുദ്ധ ഘട്ടമാണത്. ആ ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്താണ് നമ്മൾ അങ്ങാടിയെ വെച്ച് കണ്ടാലും റോട്ടിൽ വെച്ച് കണ്ടാലും ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടാലും എന്നർത്ഥം കൊടുത്തത്. അതൊരിക്കലും ശരിയല്ല. വിശുദ്ധ ഖുർആനിലെ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ മുഴുവൻ യുദ്ധക്കളത്തിലാണ്. യുദ്ധം കഴിഞ്ഞിട്ട് ശത്രുക്കൾ നബിയുടെ മുമ്പിലൂടെ നടക്കാറില്ലേ? ഒന്നും ചെയ്യാൻ പാടില്ല. അവരിങ്ങോട്ടും ചെയ്യരുത്, മുസ്ലിമീങ്ങൾ അങ്ങോട്ടും. ഒരു യുദ്ധം നടന്നാൽ ഫേസ് ടു ഫേസ് യുദ്ധം നടക്കും. അവിടെ വധിക്കൽ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യുദ്ധമാണ് എന്ന് വിചാരിച്ച് യുദ്ധം കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ അയൽവാസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹബീബിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ജൂതൻ താമസിച്ചിട്ടുണ്ട് എന്നല്ലേ ഇതിനർത്ഥം. എത്ര സമാധാനപരമായി അയാൾ ജീവിച്ചു. നബി തങ്ങൾ എന്തെങ്കിലും സമ്മാനങ്ങൾ വീട്ടിലേക്ക് വന്നാൽ, മാംസമോ പലഹാരങ്ങളോ വന്നാൽ ആദ്യം കൊടുക്കുക ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽപക്കക്കാരനായ ജൂതന്റെ വീട് മുതൽ കൊടുത്തു തുടങ്ങിക്കോളൂ എന്നാണ് നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇസ്ലാം. ഈ നന്മ നമ്മൾ കാണാതെ പോകരുത്. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയാണ് ആളുകൾ. കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. തെറ്റിദ്ധരിക്കുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, അവർ കേൾക്കുന്ന മീഡിയ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് വലിയൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. തുമാമത്ത് ഇബ്നു ഉസാൽ, ആ തുമാമത്ത് ഇബ്നു ഉസാലിനോട് വഹാദാ തുമാമത്ത് ഇബ്നു ഉസാലിൻ ഫഅഹ്സിനൂ ഇസാറഹു, ഇത് തുമാമത്ത് ഇബ്നു ഉസാലാണ്, അദ്ദേഹത്തോട് നിങ്ങൾ മാന്യമായി പെരുമാറണമേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പരിപാടിയുടെ വിജയത്തിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വഴി എപ്പോഴല്ല, ഒരു കുട്ടിക്ക് നമുക്കൊരു വർഷത്തേക്ക് 5000 രൂപയാണ് അവരുടെ പഠനം, അവരുടെ ഭക്ഷണം, താമസത്തിനൊക്കെ നമ്മൾ ചെലവ് കണക്കാക്കുന്നത്. 57 എത്ര കുട്ടികളാണ്? 55 മുത്തഅല്ലിമീങ്ങളാണ് ഇവിടെ ഹിഫ്ദ് പഠിക്കുന്നത്. 55. അപ്പോ ഒരു കൊല്ലത്തേക്ക് 5000 വെച്ചിട്ട്, ഓരോ മാസത്തേക്കും 5000 വെച്ചിട്ട് എന്നല്ല ചോദിക്കുന്നത്. ഈ സദസ്സിലുള്ള നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചിട്ട് ഒരു കൊല്ലം കൊണ്ട് കൊടുത്തു കഴിയാൻ പറ്റുന്ന വിധം 5000 രൂപ ഒരു കൊല്ലത്തേക്ക് ഈ സദസ്സിൽ പറ്റുന്നവരൊക്കെ ഏറ്റെടുക്കണം. അത് ഇൻഷാ അല്ലാഹ് മനസ്സിൽ നിയത്തിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാ മാസം കൊടുക്കാനല്ല, ഒരു 5000 അത് നിങ്ങൾ ഒരു കൊല്ലത്തിൽ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അതിന് പറ്റാത്തവരുണ്ടോന്നാണ് ഞാൻ ചോദിക്കാൻ പോണത്. അവർക്ക് എക്സെപ്ഷൻ, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക? നിർബന്ധമായും ഈ റമദാനിന്റെ പകരിൽ അത് ഏറ്റെടുക്കുക. പറ്റുന്നവരിപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വഴിയെ അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. ഉസ്താദുമാരും നേതാക്കന്മാരും ഒക്കെ അവരുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ലാഹു അത് ഖബൂലാക്കട്ടെ എന്ന് ദുആ ഇരക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുമാമത്ത് ഇബ്നു ഉസാലിനോട് ഫഅഹ്സിനൂ ഇസാറഹു, നിങ്ങൾ മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞിട്ട്
നബി തങ്ങൾ നേരെ പോയത് ഹബീബിന്റെ വീട്ടിലേക്കാണ്, ഇവിടുത്തെ ഭാര്യമാരുടെ അരികത്തേക്ക്. ഇജ്മഉ മാ കാന ഇൻദകും മിൻ തുആമിൻ വബഅസൂ ബിഹി ഇലാ സുമാമത്ത് ബിൻ ഉസാൽ. നബി തങ്ങൾ ഭാര്യമാരോട് പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടെങ്കിൽ ആ ഭക്ഷണം സുമാമത്ത് ബിൻ ഉസാലിന് കൊണ്ടുകൊടുക്കണം കേട്ടോ. സ്വന്തം ശത്രുവിനെ, അനുയായികളെ കൊല ചെയ്ത ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അയാൾ ബന്ദിയായി പിടിക്കപ്പെട്ടപ്പോ നബി തങ്ങൾ ചെയ്ത മാന്യതയാണ് ചരിത്രത്തിൽ അത്യപൂർവമായി കാണുന്ന ഈ സംഭവം. സുമാമത്ത് ബിൻ ഉസാൽ അത്ഭുത പരതന്ത്രനായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം സ്വഹാബിമാരുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസവും ഇടപെടുന്നത് ഇദ്ദേഹം കാണുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, മാ ഇൻദക യാ സുമാമ, സുമാമ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സുമാമ പറഞ്ഞു, ഇൻദി യാ മുഹമ്മദു ഖൈർ, എൻ്റെ അടുത്ത് നന്മയേ ഉള്ളൂ. ഇൻ തഖ്തുൽ തഖ്തുൽ ദാ ദമിൻ, ഇൻ തഖ്തുൽ തഖ്തുൽ ദാ ദമിൻ, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ വധശിക്ഷ അർഹിക്കുന്ന ഒരാളെ തന്നെയാണ് നിങ്ങൾ കൊല്ലുന്നത്. വ ഇൻ തുൻഇം തുൻഇം അലാ ഷാകിർ, അതല്ല നിങ്ങൾ എനിക്ക് മാപ്പ് തരികയും എന്നോട് ഉപകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉപകാരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് നന്ദി ചെയ്യും. പിന്നെ പറഞ്ഞു, സൽമിനൽ മാലി മാ ശിഅത, എന്റെ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ, തുഅത, നിങ്ങൾക്ക് ഞാൻ തരാം. എത്രയാ പൈസ, വലിയ മുതലാളിയാണ്, എത്രയാണ് കാശ് വേണ്ടത് ഞാൻ വാരിക്കോരി തരാം. എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോളൂ, ഞാൻ നിങ്ങളുടെ കുറെ ആൾക്കാരെ കൊന്ന ആളാണ്. പിന്നെ എന്നോട് നിങ്ങൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു നന്മയായിരിക്കും, ഞാൻ അതിന് നിങ്ങളോട് നന്ദിയും ചെയ്യും. അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചത്, സുമാമത്ത് ബിൻ ഉസാൽ വിഗ്രഹാരാധനക്കാരനാണ്, ബഹുദൈവ വിശ്വാസിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, സുമാമയുടെ മനസ്സിലെങ്ങാനും തൗഹീദിലേക്ക്, അല്ലാഹുവിന്റെ ദീനിലേക്ക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി വരാനുള്ള മനസ്സായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. സുമാമത്ത് ബിൻ ഉസാലിന്റെ മനസ്സ്, സുമാമ പിടിച്ചു നിന്നു. ഒന്നുമില്ല, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അന്നത്തെ ദിവസം കഴിഞ്ഞു. 3 ദിവസമാണ് മദീനത്തെ പള്ളിയിൽ അയാളെ കെട്ടിവെച്ചത്. സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഭക്ഷണം, താമസം എല്ലാം കൊടുത്തു. 2ാമത്തെ നാളിൽ നബി തങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു, സുമാമ മാ ഇൻദക യാ സുമാമ, സുമാമ നിന്റെ അടുത്ത് എന്താണുള്ളത്, എന്താ നിന്റെ മനസ്സ് പറയുന്നത്? സുമാമ പറഞ്ഞു, നബിയേ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ. തങ്ങൾ പിന്നെ തിരിച്ചു നടന്നു. 3ാമത്തെ ദിവസം സുമാമ, നബി തങ്ങൾ വീണ്ടും ചോദിച്ചുവല്ലോ, സുമാമ മാ ഇൻദക യാ സുമാമ, സുമാമ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സുമാമ പറഞ്ഞു, അന്നും പറഞ്ഞു, ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞതേ നബിയെ നിങ്ങളോട് പറയാനുള്ളൂ. എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോളൂ, ഞാൻ വധശിക്ഷ അർഹിക്കുന്ന ആളാണ്. നിങ്ങൾ എനിക്ക് മാപ്പ് നൽകുകയും എന്നോട് നന്മ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് നന്ദിയുള്ളവനായിരിക്കും. എന്റെ സമ്പത്തിൽ നിന്ന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്കത് ചോദിക്കാൻ ഞാൻ വെറുതെ തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, അത്തുലിഖു സുമാമ, സുമാമയെ വെറുതെ വിട്ടേക്കണം, അയാൾ പൊയ്ക്കോട്ടെ. നബി ഞങ്ങൾക്ക് സമ്പത്ത് ഡിമാൻഡ് ചെയ്യാം, ഒന്നും ചോദിച്ചില്ല. പൈസക്ക് പകരമായിട്ട് മോചനമെന്ന് പറയാം, ഒന്നും പറഞ്ഞില്ല. സുമാമയെ വിട്ടയച്ചോളൂ. സുമാമയുടെ മനസ്സ് മാറിയിട്ടില്ല. സുമാമത്ത് ബിൻ ഉസാൽ മദീനത്തെ പള്ളിയുടെ അനുഭവങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ആ ഒരു ജീവിതം കണ്ട് മനസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അഹങ്കാരമോ ധിക്കാരമോ ദേഷ്യമോ കൊണ്ട് അത് തുറന്നു പറയാൻ കഴിയാതെ വീർപ്പുമുട്ടി നിൽക്കുകയാണ്. ഏതാനും ദൂരത്തേക്ക് നടന്ന് സുമാമത്ത് ബിൻ ഉസാൽ തിരിച്ചു നടന്നു വന്നു നബിയുടെ മുമ്പിലേക്ക്. നബി തങ്ങൾ ചോദിച്ചു, സുമാമ, എന്തേ നിങ്ങൾ തിരിച്ചു വന്നത്? ഒന്നുമല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത്രയും നല്ലൊരു സ്വഭാവ ഗുണം ഒരു പ്രവാചകനല്ലാതെ കാണിക്കാൻ കഴിയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അങ്ങ് പ്രചരിപ്പിക്കുന്നത് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയത് ഒരേ ഒരുത്തൻ മാത്രമാണെന്നാണ്. ആ പടച്ച തമ്പുരാനിൽ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു നബിയെ എന്ന് പറഞ്ഞ് കലിമത്തു ഷഹാദ ചൊല്ലി മുസ്ലിമാവുകയാണ്. സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു ആണിപ്പോ. സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു ആലോചിച്ചു നോക്കൂ, ഹബീബായ നബി തങ്ങളുടെ ആ പെരുമാറ്റത്തിന്റെ ആ ഒരു മനോഹാരിത, വിട്ടുവീഴ്ചയും മാപ്പും നബി തങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ, അത് മാത്രമോ ഉപകാരം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ, ഉപകാരം ശത്രുവിന് ഉപകാരം, അർസിലൂ വബഅസൂ ഇലാ സുമാമത്ത് ഇബ്നു ഉസാൽ, സുമാമത്ത് ഇബ്നു ഉസാലിന് നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കണേ. അഹ്സിനു ഇസാറഹു, അദ്ദേഹം ബന്ദിയാണ്, പക്ഷേ അദ്ദേഹത്തോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. ഇത്രയും മനോഹരമായ ഒരു നിർദ്ദേശം ശത്രുവിനോട് കൊടുക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ സ്വന്തം മിത്രങ്ങളോട് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സ്വന്തം കുടുംബക്കാരോട്, സ്വന്തം കുടുംബങ്ങളോട് പിണങ്ങിയവർ, നമ്മൾ ആലോചിക്കണം. പിണക്കം തീരുന്നവരെ, ഒരു ഭാര്യ ഭർത്താവിനോട് പിണങ്ങിയാൽ, ഭർത്താവ് ഭാര്യയോട് പിണങ്ങിയാൽ, കുടുംബങ്ങൾ പരസ്പരം പിണങ്ങിയാൽ, സുഹൃത്തുക്കൾ പരസ്പരം പിണങ്ങിയാൽ, ഒരാഴ്ചത്തെ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലൽ മുതഹാജിറൈൻ, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങൾ മലക്കുകൾ ബോധിപ്പിക്കുമ്പോ, പിണങ്ങിയ ആളുകളുടെ എനിക്ക് വേണ്ട, അതവിടെ തന്നെ നിൽക്കട്ടെ എന്ന് അല്ലാഹു പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്തിനാണ് ഈ വൈരാഗ്യം? എന്തിനാണ് വിദ്വേഷം? ഒരു ചെറിയ ജീവിതമല്ലേ ഇവിടെ ഉള്ളൂ. എപ്പോഴാണ് മരിക്കാന്നറിയോ? എത്ര ചെറുപ്പക്കാരികള് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ, വളരെ ചെറുപ്പക്കാരി പെൺകുട്ടികൾക്ക് അസുഖങ്ങൾ കാണുന്നില്ലേ? ചെറുപ്പക്കാർക്ക് അസുഖങ്ങൾ കാണുന്നില്ലേ? പിഞ്ചു മക്കൾക്ക് കാണുന്നില്ലേ? ഏത് ജീവിതമാണ് നമ്മൾ ഈ കളിക്കുന്നത്? ഏത് ജീവിതം കൊണ്ടാണ് നമ്മൾ പരസ്പരം വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും പ്രചരിപ്പിക്കുന്നത്? അതുകൊണ്ട് വിശുദ്ധ റമദാൻ, ഈ റമദാനിൽ മാത്രം ഒരു നല്ല പിള്ള ചമഞ്ഞ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവല്ലേ? വിശുദ്ധ റമദാൻ സംസ്കരണത്തിന്റെ സമയമാണ്. വിശുദ്ധ റമദാൻ നമ്മെ നന്നാക്കി എടുക്കാനുള്ള സമയമാണ്. ജീവിതകാലം മുഴുവൻ നന്നാവാനുള്ള അവസരം അല്ലാഹു ഒരു റമദാനിലൂടെ തന്നിരിക്കുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങൾ നീ ഞങ്ങളിലും നൽകണമേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയേ, അങ്ങ് ഏറ്റവും നല്ല ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണത്തിന്റെ ഉടമയാണ് നബിയെ അങ്ങ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ സ്വഭാവ ഗുണമല്ലയോ ഇന്ന് മനുഷ്യരാശിക്ക് വേണ്ടത്? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറിയത്? നബി തങ്ങൾ പുറത്തു കൊടുക്കാൻ പറയുന്നു. അങ്ങനെ നമ്മൾ പുറത്തു കൊടുത്താലേ അല്ലാഹു നമുക്ക് മാപ്പ് തരൂ. നമ്മൾ പുറത്തു കൊടുത്താലേ അല്ലാഹു നമുക്ക് മാപ്പ് തരൂ. റഹ്മത്തിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് വിഷമമുണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ടാകും. ഒരുപാട് വിഷമമുള്ള മെസ്സേജുകൾ അയച്ചവര്, വിഷമമുള്ള വാക്കുകൾ പറഞ്ഞവര്, സങ്കടപ്പെടുത്തിയവര്, ദുഃഖിപ്പിച്ചവര്, സാമ്പത്തികമായി പാരവെച്ചവര്, തളർത്തിയവര്, വിദ്വേഷമുണ്ടാക്കിയവര്, മക്കളുടെ കല്യാണം മുടക്കിയവര്, കച്ചവടത്തിന് പാരവെച്ചവര്, എന്തെല്ലാം നന്മകളുണ്ടോ അത് മുടക്കിയവര്, ജീവിതത്തിൽ നമുക്ക് വൈരാഗ്യം തീർക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഒരുപാട് പേരെ പിശാച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് തരുമ്പോ, അല്ലാഹുവേ, അവരൊക്കെ ചെയ്തത് എന്നോട് അപരാധവും അധർമ്മവും അക്രമവുമാണ്. പക്ഷേ ഞാൻ നിന്നോട് അപരാധം ചെയ്തവനാണ്, നീ എനിക്ക് മാപ്പ് തരണം. ആ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബേ, എന്നോട് അപരാധം ചെയ്തവരോട് ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ നമുക്കൊണ്ട് സാധിക്കണം ഈ വിശുദ്ധ റമദാനിലൂടെ. അല്ലാഹു നമുക്കതിന് സാധ്യമാക്കി തരട്ടെ. പിണക്കങ്ങൾ അല്ലാഹു നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് സങ്കടം പേര് നടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ആ സങ്കടങ്ങൾക്ക് ഈ സദസ്സിൽ നിന്ന് നീ പരിഹാരമുണ്ടാക്കി നൽകണേ തമ്പുരാനെ. അകന്നവരെ അകന്നു നിൽക്കുന്നവരെ അടുപ്പിക്കണേ തമ്പുരാനെ.
വേർപിരിയാൻ നിൽക്കുന്നവരെ യോജിപ്പിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. കുടുംബങ്ങൾ വൈരാഗ്യത്തോടെ ജീവിക്കുന്നവരെ സ്നേഹത്തിലാക്കണേ റബ്ബേ. നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരൽപ്പം വിട്ടുവീഴ്ച ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ഒരു തെറ്റുമില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ഭർത്താവിനെ സഹോദരി നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ഭാര്യയെ സഹോദര നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു കുഴപ്പവുമില്ലാത്തൊരു സുഹൃത്തിനെ എവിടെ നിന്ന് കിട്ടും? ഒരു കുഴപ്പവുമില്ലാത്തൊരു മനുഷ്യനെ എവിടെ നിന്ന് കാണാൻ പറ്റും? എല്ലാ കേടും തീർന്ന ഒരാളെ എനിക്ക് കൂട്ടുകാരനായി കിട്ടണം എന്ന് വിചാരിക്കുന്നവന് ഈ ലോകത്ത് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്നാണ് ഈ കവിവാക്യത്തിന്റെ അർത്ഥം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ ഷാമിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ സൈന്യം, അവിടുന്ന് യുദ്ധത്തടവുകാരായി പിടിച്ചവരിൽ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പിന്നീട് സ്വഹാബിയായി. ഈ സംഭവം നടക്കുമ്പോൾ സ്വഹാബിയല്ല, ഹാത്തിം ത്വായി എന്ന് പറയുന്ന അറബ് ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയ ഉദാരമതി സംഭാവനകൾ ചെയ്ത, പാവപ്പെട്ടവരെ കൈയഴിഞ്ഞ് സഹായിച്ച ഒരു ഉദാര മനസ്കനായ മനുഷ്യനുണ്ട്. ഹാത്തിം ത്വായി എന്നാണ് ചരിത്രത്തിൽ പറയാ. ഹാത്തിം ത്വായിയുടെ മകനുണ്ട് അദി ഇബ്നു ഹാത്തിം. അദി ഇബ്നു ഹാത്തിമിന്റെ പെങ്ങള്, ആ പെങ്ങളടക്കം ഒരുപാട് ആളുകളെ മദീനയിലേക്ക് യുദ്ധത്തടവുകാരായി സ്വഹാബിമാരെ പിടിച്ചുകൊണ്ടുവന്നപ്പോ അദി ഇബ്നു ഹാത്തിം അവരുടെ പെങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഹലകൽ വലദു വഗാബൽ വാഫിദു ഫംനുൻ അലയ്യ മന്നല്ലാഹു അലൈക്. ഒരുപാട് പെണ്ണുങ്ങൾ അന്ന് യുദ്ധത്തിന് വരുന്നവരെയാണ്. ഒരു സൈന്യം തോറ്റുകഴിഞ്ഞാൽ ജയിക്കുന്ന സൈന്യമാണ് തോറ്റോടുന്ന ആളുകളെ യുദ്ധത്തടവുകാരായി യുദ്ധക്കളത്തിൽ വെച്ച് പിടികൂടുന്നത്. അങ്ങനെ പിടിക്കപ്പെട്ട പെണ്ണാണിത്. യുദ്ധത്തിന് വന്നവരാണ്. അദി ഇബ്നു ഹാത്തിമിന്റെ പെങ്ങളാണ്. ആ പെങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ പള്ളിയുടെ അരികത്ത് തടവുകാരെ പാർപ്പിച്ചിടുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, നബിയേ, ഞാൻ ശാമുകാരി പെണ്ണാണ്. നബിയേ, ഹലകൽ വലദു, എന്റെ കൂടെ ജീവിക്കാൻ എന്റെ മക്കളെല്ലാവരും മരിച്ചുപോയി. നബിയേ, വഗാബൽ വാഫിദു, എന്നെ സംരക്ഷിക്കേണ്ട ആള് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നബിയേ, ഫംനുൻ അലയ്യ, ഫംനുൻ അലയ്യ, എന്നോട് നന്മ ചെയ്യണേ നബിയേ. മന്നല്ലാഹു അലൈക, അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ വാഫിദുകി, ആരാണ് പെണ്ണേ നിങ്ങളുടെ സംരക്ഷകൻ? ആരാ നിങ്ങളുടെ ആങ്ങള? അദി ഇബ്നു ഹാത്തിം. അദി ഇബ്നു ഹാത്തിം ത്വായിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അദി ഇബ്നു ഹാത്തിം നബി നിങ്ങൾക്കറിയാം, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയ അദി ഇബ്നു ഹാത്തിമോ? അവര് പറഞ്ഞു, അതേ നബിയെ. റസൂലുള്ളാഹി തങ്ങൾ മറുപടിയൊന്നും കൊടുത്തില്ല. പിറ്റേ ദിവസം നബി തങ്ങളോട് ഇത് തന്നെ ചോദിച്ചു, നബിയെ, ഹലകൽ വലദു ഗാബൽ വാഫിദു ഫംനുൻ അലയ്യ മന്നല്ലാഹു അലൈക്. നബിയെ, ആരാരുമില്ലാത്ത ഒരു ഒറ്റക്കുള്ള പെണ്ണാണ് നബിയെ ഞാൻ. എന്റെ സംരക്ഷകനായ എന്റെ സഹോദരൻ സ്വന്തം ഭാര്യയും മക്കളെയും കൊണ്ട് ഫലസ്തീനിലേക്ക് നാടുകടന്നിട്ടുണ്ട്. എന്നോടൊന്ന് നന്മ ചെയ്യണേ, എനിക്കെന്റെ നാട്ടിലേക്ക് എത്തണം, എന്നെ ഷാമിലേക്കൊന്ന് പറഞ്ഞേക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സൈന്യത്തിന്റെ ഇടയിലൂടെ, ആ യുദ്ധ തടവുകാർക്കിടയിലൂടെ നടക്കുകയാണ്. ഹബീബിന്റെ മറുപടി വന്നിട്ടില്ല. മൂന്നാമത്തെ ദിവസം നിബിതങ്ങൾ ഇങ്ങനെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണോ എന്ന് മനസ്സിങ്ങനെ മന്ത്രിച്ചപ്പോ നിബിതങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഒരു സ്വഹാബി, ഈ പെണ്ണിങ്ങനെ വിഷണ്ണയായി നിൽക്കുമ്പോ നിബിതങ്ങളെ ചൂണ്ടിയിട്ട് ബാക്കിലുള്ള സ്വഹാബി പറഞ്ഞു, ചോദിച്ചോളൂ, ഇപ്പൊ ചോദിച്ചോളൂ. ആ പെണ്ണ് ചോദിച്ചു നിബിതങ്ങളോട് ഇതേ ചോദ്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹലകൽ വലദു ഗാബൽ വാഫിദു ഫംനുൻ അലയ്യ മന്നല്ലാഹു അലൈക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖദ് ഫഅൽതു, ഞാനത് ചെയ്തിരിക്കുന്നു പെണ്ണേ, ഞാനത് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഷാമിലേക്ക് യാത്ര പോകണമല്ലേ, ഞാൻ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാം. വലാകിൻ
ലാ തഅജിലി, നിങ്ങൾ ധൃതി കാണിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ യാത്രാ സംഘം നിങ്ങളുടെ നാട്ടിൽ നിന്ന് മദീനത്തേക്കോ മദീന വഴി യമനിലേക്കോ പോകുന്ന കച്ചവടക്കാര് വരുമ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞേക്കണം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരുടെ കൂടെ നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചു തരാം. നോക്കണം, ഒരു യുദ്ധത്തടവുകാരിയാണ്, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന പെണ്ണാണിത്. ആ പെണ്ണിനെ നബി തങ്ങൾ ആ പെണ്ണിന്റെ ഒരു വിഷമം പറഞ്ഞപ്പോൾ ജാതിയും മതവും നോക്കാതെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയായിരുന്നുവല്ലോ, അനന്തമായ കരുണാവർഷം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് കരുണയാണ് നബിയെ, നിങ്ങൾ ലോകത്തിന് കരുണയാണ്. ലോകത്തിന് റഹ്മത്താണ് നബിയെ, നിങ്ങൾ ലോകത്തിന് റഹ്മത്താണ്. ആ കരുണാവർഷം അവിടെ ഒഴുകുകയാണ്. ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ നാട്ടുകാർ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പുരുഷന്മാരെ കച്ചവട സംഘത്തിലുണ്ടാകൂ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധന്മാർ മദീനയിലേക്ക് വരുമ്പോൾ എന്നോട് പറയണം, നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ പെണ്ണ് നബി തങ്ങളുടെ അരികത്തേക്ക് വന്നു, വിഷയം പറഞ്ഞു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്റെ ആളുകളിൽ നിന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ ഈ യാത്രാ സംഘത്തിലുള്ളത്? അവർ പറഞ്ഞു, അതേ നബിയെ, എന്നവരൊന്നും ചെയ്യില്ല, എന്നെ കിഡ്നാപ്പ് ചെയ്യില്ല, എന്നവരെ തട്ടിക്കൊണ്ടുപോകില്ല. എനിക്കവരറിയാം, അവർക്ക് എന്റെ കുടുംബം അറിയാം, എന്റെ പിതാവിനെ അറിയാം. അതുകൊണ്ട് ഞാൻ സുരക്ഷിതയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പൊയ്ക്കോട്ടെ, എന്റെ നാട്ടിലേക്ക് എന്നെ വെറുതെ വിടുമോ? ഒരു യുദ്ധത്തടവുകാരൻ പോകണമെങ്കിൽ ഒരു റാൻസം ചെയ്യേണ്ടതുണ്ട്, അവിടെ ഒരു തുക അടക്കേണ്ടതുണ്ട്. അപ്പോഴാണ് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെ മോചിപ്പിക്കപ്പെടുക. ഒരു മോചനദ്രവ്യം കൊടുക്കണം. അതുപോലും വാങ്ങിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി കസാഹാ റസൂലുള്ളാഹ്, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ അവർ കൊടുക്കാനുള്ള വസ്ത്രം നബി തങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. വമനഹഹാ നാഖതൻ തഹ്മിലുഹാ, അവരെ ഷാം വരെ 1500 കിലോമീറ്റർ മരുഭൂമിയിൽ യാത്ര ചെയ്യാനുണ്ട്. ആ യാത്രക്ക് വേണ്ട ഒരു നല്ല ഒട്ടകത്തെ നബി തങ്ങൾ തയ്യാർ ചെയ്തു കൊടുത്തു. വഅഅതാഹാ നഫഖതൻ തക്ഫീഹാ, അവർക്ക് ആവശ്യമായ ചെലവിലേക്കുള്ള നഫഖയും ചെലവും നബി തങ്ങൾ കൊടുത്തു. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ആ പെണ്ണിനെ യാത്ര അയക്കുകയാണ് ഉണ്ടായത്. എത്ര മനോഹരമാണിത്! നമ്മുടെ നാടുകളിൽ വൈകുന്നേരം 7 മണിയായാൽ 8 മണിയായാൽ പൊതു ബസ് സ്റ്റാൻഡുകളിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ അങ്ങാടികളിൽ പെട്ടുപോയാൽ കഴുകക്കണ്ണുള്ള ആളുകൾ നമ്മുടെ പെണ്ണുങ്ങളെ കണ്ണുവെക്കുന്നത് കാണുന്നില്ലേ? ബസ്സുകളിൽ രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? ട്രെയിനുകളിൽ എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബലകളായ നിരാലംബരായ ആളുകൾക്ക് എന്നും താങ്ങും തണലുമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതമായ ഒരു സംഘത്തിന്റെ കൂടെ ഭക്ഷണവും വസ്ത്രവും പോകാനുള്ള ഒട്ടകവും വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അദി ഇബ്നു ഹാത്തിം എന്നവരുടെ പെങ്ങളെ പറഞ്ഞയക്കുന്നത്. അദി ഇബ്നു ഹാത്തിം അവിടെ കാത്തിരിക്കുകയാണ്. എന്റെ പെങ്ങൾക്ക് എന്ത് സംഭവിക്കുമോ, പ്രവാചകന്റെ അനുയായികൾ എന്ത് ചെയ്യുമോ എന്ന ഭീതിയിൽ കാത്തിരിക്കുകയാണ് അദി ഇബ്നു ഹാത്തിം. അതാ വരുന്നു ഒട്ടകപ്പുറത്ത് ഒരു പെണ്ണ് വരുന്നു. ഇത് അബ്സറത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്നും വിട്ടുവരികയാണ് ഒരു പെണ്ണ്. അദി ഇബ്നു ഹാത്തിമാണ് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ വല്ലാഹി ഇന്നി ലഖാഇദുൻ ഫീ അഹ്ലി അബ്സറതു ഇംറഅതൻ ഫീ ഹൗദജിഹാ തത്തജിഹു നഹ്വനാ. ഒരു ഒട്ടകക്കട്ടിലിൽ, ഒട്ടകം മാത്രമല്ല അതിന്റെ മീതെ ഇരിക്കാനുള്ള സീറ്റാണ് ഒട്ടകക്കട്ടില്. ഒരു പെണ്ണിനെ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്ന വെയിൽ കൊള്ളാത്ത സംവിധാനമാണ് ഒട്ടകപ്പുറത്ത് വെക്കുന്ന ഹൗദജ്. ആ ഒട്ടകക്കട്ടിലിൽ ഒരു പെണ്ണ് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, ഇബ്നതു ഹാത്തിം, ഇത് ഹാത്തിമിന്റെ മോളാവണേ, ഇതെന്റെ പെങ്ങളാവണേ. ഫഇദാ ഹിയ, നോക്കുമ്പോൾ അത് എന്റെ പെങ്ങളായിരുന്നു. ആ പെങ്ങൾ വന്നിട്ട് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, അൽ ഖാതിഉൽ ളാലിം,
അക്രമിയായവനെ, എന്റെ ആങ്ങള, എന്റെ സഹോദര, നിങ്ങൾ എന്തക്രമമാണ് ചെയ്തത്? കുടുംബ ബന്ധം മുറിച്ചവനല്ലേ നിങ്ങൾ? നിങ്ങളുടെ മക്കളെയും ഭാര്യയെയും കൊണ്ട് രക്ഷപ്പെട്ടു, എന്നെ നിങ്ങൾ ഒറ്റക്കാക്കി പോയല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പിടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് വല്ലാണ്ട് ആങ്ങളെ ചീത്ത പറഞ്ഞപ്പോ അദി ഇബ്നു ഹാത്തിം പറഞ്ഞു, ഐ ഉഖയ്യ ലാ തഖൂലി ഇല്ലാ ഖൈറാ, എന്റെ പെങ്ങളെ നന്മയെ നിങ്ങൾ പറയാവൂ, നിങ്ങൾ ചീത്ത പറയല്ലേ. അങ്ങനെ ആശ്വസിപ്പിച്ച് മാപ്പ് ചോദിച്ച് അവരെ തണുപ്പിച്ചതിന് ശേഷം അദി ഇബ്നു ഹാത്തിം ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാ തറൈന ഫീ അംരി റജുലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ കുറിച്ച് പെങ്ങളെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഹബീബായ നബി തങ്ങളെ കുറിച്ച് പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണ് പെങ്ങളെ എന്ന് അദി ഇബ്നു ഹാത്തിം പെങ്ങളോട് ചോദിക്കുമ്പോ പെങ്ങൾ കൊടുക്കുന്ന മറുപടി, അറാ വല്ലാഹി അൻ തൽഹഖ ബിഹി സരീആ, അദിയെ വേഗം പോയി കാണണം ആ പ്രവാചകനെ. ആ പ്രവാചകൻ ലോകത്തോട് വിട പറയും മുമ്പ് ആ പ്രവാചകന്റെ മുഖം നിങ്ങളൊന്ന് കാണണം, ആ പ്രവാചകനെ ചെന്ന് പരിചയപ്പെടണം. ആ പ്രവാചകൻ ഒരു നബിയാണെങ്കിൽ ഒരു പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകനെ ആദ്യം വിശ്വസിക്കുന്നവർക്ക് സ്ഥാനമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവാചകനെ നേരിട്ട് ചെന്ന് കണ്ട് പരിചയപ്പെടണം. അത് പ്രവാചകനല്ലെങ്കിൽ ഫലൻ തദില്ല ഇൻദഹു വഅൻത അദി ഇബ്നു ഹാതിമേ, അതൊരു രാജാവാണ് എന്ന് സങ്കല്പിക്കുക, ഒരു നബിയല്ലെങ്കിൽ തന്നെ. ഒരു നബിയല്ല എന്ന് വിചാരിക്കുക. കാരണം ഈ പെണ്ണ് മുസ്ലിമായില്ല ആ നേരത്ത്. സഹോദരനോടാണ് പറയുന്നത്, സഹോദരനും ആ പറയുന്ന നേരം സ്വഹാബിയല്ല. ആ പ്രവാചകൻ ഒരു പ്രവാചകനല്ലെങ്കിൽ, മുഹമ്മദ് നബി ഒരു രാജാവാണെങ്കിൽ, ഫലൻ തദില്ല ഇൻദഹു, ആ മഹാമനുഷ്യനെ ഞാൻ കണ്ടു, മഹാപ്രവാചകനെ, ആ നേതാവിനെ ഞാൻ കണ്ടു, ആ അധികാരിയെ ഞാൻ കണ്ടു. ആയിരക്കണക്കിന് ആളുകൾ ചുറ്റുമുണ്ട്. ഒന്ന് വിരലനക്കിയാൽ ഞങ്ങൾ ചിറപ്പുള്ളികൾ മുഴുവൻ ആളുകളെയും സംഹരിക്കാൻ കഴിയുന്ന ആയുധമുണ്ടായിരുന്നിട്ടും ഞങ്ങളോട് മാന്യമായി പെരുമാറിയ ഒരു പ്രവാചകൻ, സ്ത്രീ സമുദായത്തിന് സംരക്ഷണം കൊടുത്തൊരു പ്രവാചകൻ, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഷാമിലേക്ക് ഒരു ഒട്ടകം തന്ന പ്രവാചകൻ, എനിക്ക് വസ്ത്രവും എനിക്ക് ഭക്ഷണവും എല്ലാം ഒരുക്കി തന്ന് വിശ്വാസയോഗ്യരായ ആളുകളുടെ കൂടെ എന്നെ പറഞ്ഞയച്ച പ്രവാചകൻ, ഞാൻ ആ പ്രവാചകന്റെ മതത്തിൽ വിശ്വസിച്ചിട്ട് പോലുമില്ല. അത്രയും എന്നോട് നന്മ കാണിച്ച ആ പ്രവാചകൻ ഒരു പ്രവാചകനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു രാജാവാണെങ്കിൽ തന്നെ ആ പ്രവാചകൻ ആരെയും നിന്ദിക്കുകയില്ല സഹോദര. അതുകൊണ്ട് ഇൽഹഖ് ബിഹി, വേഗം പോയി കാണണം പ്രവാചകനെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്നു കാണാൻ ആങ്ങളെ പ്രേരിപ്പിച്ചത് ഈ പെങ്ങളാണ്. അദി ഇബ്നു ഹാതിം എന്നവർ പിന്നീട് അറിയപ്പെടുന്നത് അദി ഇബ്നു ഹാതിം റളിയല്ലാഹു തആല അൻ, വലിയ മുതലാളിയാണ്, വലിയ മുതലാളിയുടെ മോനാണ്. അല്ലാഹുവിന്റെ റസൂൽ അരികത്തേക്ക് വന്ന മനോഹരമായ സംഭവമുണ്ട്. അത് നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. മുത്തുനബി തങ്ങൾ ഒരു കാര്യം അദിയിനോട് ചോദിച്ചു, അദിയെ, ഇസ്ലാം സ്വീകരിക്കാൻ നിങ്ങൾക്ക് മടി വരുന്നത് എന്റെ കൂടെയുള്ള ആളുകൾ പാവപ്പെട്ടവരാണെന്ന് കണ്ടിട്ടാണോ അദിയെ? അപ്പൊ പറഞ്ഞു, അതേ നബിയെ, ഈ മിസ്കീന്മാരെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മിസ്കീന്മാർക്ക് ഇവിടെ എന്ത് വിപ്ലവം ചെയ്യാൻ കഴിയും? സമ്പത്തില്ലാത്ത നിങ്ങൾക്ക് ഇവിടെ എന്ത് പ്രവർത്തിക്കാൻ കഴിയും? അതിയെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആയുസ്സിൽ ബറക്കത്തുണ്ടാവുകയാണെങ്കിൽ അതിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കിസ്രയുടെയും കൈസറിന്റെയും സീസറിന്റെയും ഖുസ്രുവിന്റെയും കൊട്ടാരങ്ങളിലെ സമ്പത്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് വരുന്നത് അതിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിയെ നിങ്ങൾക്ക് ആയുസ്സുണ്ടെങ്കിൽ കാണാൻ കഴിയും. അതിയെ ഈ ദീനിനെ ഇസ്ലാം ലോകത്ത് പ്രചരിക്കും. അതിയെ ഇത് അറേബ്യക്ക് മാത്രമുള്ള മതമല്ല, ഇത് മനുഷ്യരാശിക്ക് മുഴുവനുള്ള ജീവിത പന്ഥാവാണ്. ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, വേണ്ടവർക്ക് തള്ളിക്കളയാം. പക്ഷേ ഇത് ധർമ്മമാണ്, സത്യമാണ്, സത്യവിചാരമാണ്. ലോക മനുഷ്യർക്ക് അവരുടെ ജന്മം മുതൽ
മരണം വരെ അധികാര കസേരകളിൽ ഇരിക്കുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും അടുക്കളയിലും ഓഫീസിലും അങ്ങാടിയിലും പറമ്പിലും എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകൾക്കും കണിശമായ നിയമ സംവിധാനങ്ങളുള്ള അല്ലാഹുവിന്റെ ദീനാണിത്. അതിയേ ഇൻ ത്വാലബിക്കൽ ഉംറു, നിങ്ങൾക്ക് ആയുസ്സുണ്ടെങ്കിൽ കാണാൻ കഴിയും ഒരു പെണ്ണ് ഒറ്റക്ക് സൻആയിൽ നിന്ന് ഹദ്റമൗത്തിലേക്ക് ഒരാളെയും പേടിക്കാതെ ഒറ്റക്ക് യാത്ര പോകാൻ കഴിയുന്ന ഒരു കാലം വരും. അതിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു ആ സംഭവം അനുസ്മരിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞത്, ഹബീബിന്റെ വഫാത്തിന് ശേഷം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടനുഭവിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞതുപോലെ ഈ ദീൻ പ്രചരിക്കുകയാണ് ഉണ്ടായത്. നബി തങ്ങൾ പറഞ്ഞതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കിസ്റയുടെയും കൈസറിന്റെയും ആഭരണങ്ങൾ, അവരുടെ കൊട്ടാരത്തിലെ സമ്പത്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് വന്നത് എന്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അത് പ്രവാചകൻ എന്നോടെന്ന് പറഞ്ഞതായിരുന്നുവെന്ന് മഹാനായ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണം, നബി തങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തത്, നബി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തത്. സ്വഹാബികൾ ബദർ യുദ്ധം നടന്ന് ബദർ യുദ്ധം കഴിഞ്ഞ് ചെറുപ്പുള്ളികളായി പിടിക്കപ്പെട്ടവരിൽ മക്കയിലെ പ്രഭാഷകനും വഅദ് പറയുന്ന ആളും അവിടുത്തെ ഏറ്റവും വലിയ പ്രാസംഗികനുമായിരുന്ന സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആള് മദീനയിൽ വെച്ച് നടന്ന, മദീനയുടെ അടുത്ത് ബദറിൽ വെച്ച് നടന്ന, ഹിജ്റ കഴിഞ്ഞതിന് ശേഷം നടന്ന പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ മക്കയിലെ നേതാവ്, മക്കക്കാരുടെ നേതാവും മക്കക്കാരുടെ പ്രഭാഷകനും സുഹൈൽ ഇബ്നു അംർ ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹി ദഅനി അൻസിഉ സനിയതൈഹി, നബിയേ അദി ഇബ്നു ഹാതിമിന്റെ മുൻപല്ലുകൾ ഞാനൊന്ന് അടിച്ചു പൊഴിക്കട്ടെയോ നബിയേ. لا يقوم بعد اليوم خطيبا في محافل مكة ينال من الإسلام ونبيه. ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ആക്ഷേപിച്ചുകൊണ്ട്, ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ചീത്ത പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും മക്കയുടെ അങ്ങാടി തെരുവുകളിൽ ഈ സുഹൈൽ ഇബ്നു അംർ ഇനി പ്രസംഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നബിയെ സുഹൈലിന്റെ മുൻപല്ലുകൾ ഞാൻ അടിച്ചു പൊട്ടിക്കട്ടെയോ എന്ന് ഹബീബിനോട് സമ്മതം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടിയുണ്ട്, ദഅഹുമാ യാ ഉമർ ഫലഅല്ലക തറാ മിൻഹുമാ മാ യസുറുക ഇൻഷാ അല്ലാഹ്. ഉമറേ ആ സുഹൈൽ ഇബ്നു അംറിന്റെ മുൻപല്ലുകൾ അവിടെ നിന്നോട്ടെ, അത് നിങ്ങൾ അടിച്ചു പൊട്ടിക്കണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ. നിങ്ങൾക്ക് കണ്ണഞ്ചുന്ന, കണ്ണിന് സന്തോഷമുണ്ടാകുന്നത് പിന്നീടുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഈ സുഹൈൽ ഇബ്നു അംർ കാലങ്ങൾ കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണെന്നും, കാലങ്ങൾ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോ ഹബീബായ നബി തങ്ങൾ വിട പറഞ്ഞതിൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് ആളുകൾ മുർത്തദ്ദീങ്ങളായി പോയപ്പോ അവരിൽ ഒരുപാട് ആളുകളെ ഇസ്ലാമിന്റെ പന്ഥാവിലേക്ക് തിരിച്ചു പിടിക്കാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ പരിശ്രമിച്ച പോലെ മക്കക്കാരെ ദീനിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചത് മഹാനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണങ്ങളായിരുന്നു. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണങ്ങളെ കൊണ്ടാണ് മക്കയിൽ മുർത്തദ്ദീങ്ങൾ കുറഞ്ഞു പോയത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ചെയ്ത പോലെ മക്കയിൽ ചെയ്തത് ഹബീബിന്റെ കാലശേഷം ഈ മനുഷ്യനാണ്. അത് വഹയിന്റെ വെളിച്ചത്തിൽ കാണുന്നു റസൂലുള്ളാഹി തങ്ങൾ. ദഅഹുമാ യാ ഉമർ, ഉമറേ സുഹൈൽ ഇബ്നു അംർ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, എന്തും ചെയ്യാം, അവരെ വേണമെങ്കിൽ വധിച്ചു കളയാം. അവരെ ഈ സ്വഹാബികളെ കൊല്ലാൻ വന്നവരാണ്, ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാൻ വന്നവരാണ്, ബദറിലെ തടവ് പുള്ളികളാണ്. പക്ഷേ ദഅഹുമാ യാ ഉമർ ഫലഅല്ലക തറാ മിൻഹുമാ മാ യസുറുക ഇൻഷാ അല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സുഹൈൽ ഇബ്നു അംറിന്റെ സംഭവം ഇനി ആവർത്തിക്കുന്നത് ഹുദൈബിയ സന്ധിയിലാണ്. ഹുദൈബിയ സന്ധി, നമ്മൾ യുദ്ധങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സന്ധിയെ കുറിച്ച് മറന്നുപോകരുത്. ഏറ്റവും വലിയ വിട്ടുവീഴ്ചയുടെ സന്ധിയാണിത്. ലോകത്ത് ഏറ്റവും വലിയ വിട്ടുവീഴ്ച ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബിമാരും
ആ വിട്ടുവീഴ്ചക്ക് നിൽക്കാതെ യുദ്ധം ചെയ്യാൻ കഴിയുമായിരുന്ന നേരത്ത് വിട്ടുവീഴ്ചയിൽ ചെയ്ത വിട്ടുവീഴ്ചയാൽ രേഖപ്പെടുത്തിയ സന്ധിയാണ് ഹുദൈബിയ സന്ധി എന്ന് നമ്മൾ മറന്നു പോകരുത്. ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ഭാര്യ ഭർത്താക്കന്മാർ പിരിയാൻ നിൽക്കുമ്പോ, ഉമ്മയുടെ സപ്പോർട്ട് പിരിയാൻ, വാപ്പയുടെ സപ്പോർട്ട് പിരിയാൻ, ആങ്ങളമാരും പെങ്ങളും ഈ ഒരു ബന്ധം വേണ്ടെന്ന് പറയാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോ, ഒരു വിട്ടുവീഴ്ച ചെയ്ത് പുരുഷന്റെയും പെണ്ണിന്റെയും ഭാഗത്ത് നിന്ന് ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടക്കാർ പരസ്പരം ഒരു വിട്ടുവീഴ്ചയോ ഒരു സമഭാവനയോ ഏതെങ്കിലും നിലയിൽ ഒരു വിനയമോ കാണിച്ച് അവിടെ വാശിക്കും വീറിനും നിൽക്കാതെ ഒരു സഹിഷ്ണുത കാണിച്ചാൽ ഒരു കുടുംബ ജീവിതം സംരക്ഷിക്കാൻ കഴിയുമായിരിക്കെ അത് ചെയ്യാതെ പോയതിന്റെ പേരിൽ എത്ര ത്വലാഖ് എത്ര സംഭവങ്ങളാണ്, എത്ര വിവാഹ ബന്ധങ്ങളാണ് ത്വലാഖിൽ ചെന്ന് കലാശിച്ചത്. സഹോദരന്മാരെ, സുഹൈൽ ഇബ്നു അംർ എന്നിവരുടെ ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഹബീബായ നബി തങ്ങളുടെ ഈ സ്വഭാവ ഗുണങ്ങൾ നടപ്പാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ഹബീബിന്റെ ഉമ്മച്ചികളാണ്? വിട്ടുവീഴ്ച ചെയ്യണ്ടയോ? നമ്മൾ മാപ്പ് ചെയ്തു കൊടുക്കണ്ടയോ? വിവാഹ ബന്ധങ്ങൾ വേർപെടുകയാണ്. ഒരു നിക്കാഹ് നടത്താൻ കഴിയാതെ കെഞ്ചുന്ന എത്ര മക്കളുണ്ട് ലോകത്ത്, എത്ര പെൺമക്കളുണ്ട്, എത്ര ഉപ്പമാർ. എന്റെ മോളിന് ഏതെങ്കിലും ഒരു പുതിയാപ്പിള, അവൻ കറുത്തവനോ വെളുത്തവനോ ജോലിയുള്ളവനോ ഇല്ലാത്തവനോ ആരാവട്ടെ, എന്റെ പെങ്ങൾക്ക് എന്റെ മോൾക്ക് ഭർത്താവെന്ന് പറയാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു 5 പവനെങ്കിലും കൊടുത്ത് എന്റെ മോളെ ഒന്ന് വിവാഹം ചെയ്തേക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ആയിരക്കണക്കിന് വാപ്പമാരും ഉമ്മമാരുമുള്ള നമ്മുടെ നാട്ടിലാണ് നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾ ത്വലാഖ് വേണമെന്ന് പറയുന്നത്. നിസ്സാര വിഷയങ്ങൾക്കാണ് നമ്മൾ കുടുംബ ബന്ധങ്ങളെ വലിച്ചെറിയുന്നത്. നിസ്സാര വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്ക് വേറെ ആളെ കിട്ടുമെന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ് നമ്മൾ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിക്കുന്നത്? ഇതിനൊക്കെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരില്ലേ? ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ? സഹിഷ്ണുത പാലിച്ചൂടെ? മാപ്പ് ചെയ്തു കൊടുത്തുകൂടെ? വീട്ടിലെ കാരണവന്മാർ ചെറുപ്പക്കാരാണ്, ക്ഷോഭിച്ചോ ദേഷ്യപ്പെട്ടോ എന്തെങ്കിലും ചെയ്തേക്കാം, പറഞ്ഞേക്കാം. നമുക്ക് മാപ്പ് ചെയ്തു കൊടുക്കാം, നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം. അവര് നന്നാവട്ടെ, ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. രണ്ടുപേരും അവരുടെ വാക്കുകൾ സൂക്ഷിക്കട്ടെ, അവരുടെ പെരുമാറ്റം നന്നാകട്ടെ, വീട്ടിലുള്ള ആളുകളോട് മാന്യമായൊരു പെരുമാറട്ടെ. എന്നാൽ സംഭവിച്ചു പോയ തെറ്റുകളുടെ പേരിൽ മക്കളുള്ളവരും ഇല്ലാത്തവരുമായ എത്ര ദമ്പതികളാണ് വിട്ടുവീഴ്ച ചെയ്യാത്തതിന്റെ പേരിൽ ത്വലാഖിലേക്ക് ചെല്ലുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും 500ഓളം കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. 500 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 15 ദിവസത്തോളം എടുത്തിട്ടുണ്ട് ഹബീബായ നബി തങ്ങൾക്ക്. സ്വഹാബിമാരുടെ കൂടെ ഉംറക്ക് വരുന്ന യാത്രയാണത്. അവര് സ്വന്തം നാട് വിട്ട് നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. 6 കൊല്ലം, ഹിജ്റയുടെ 6ാം വർഷമാണ് ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും ഉംറ ചെയ്യാൻ വരുന്നത്. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്ന ദർശനമായി വഹ്യ് കൊടുക്കുകയാണ് ഉംറ ചെയ്യാൻ. ആ ഉംറക്ക് വരുമ്പോഴാണ് മക്കക്കാർ ഉംറ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നബി തങ്ങളെ തിരിച്ചയക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും തിരിച്ചു പോകാൻ കൂട്ടാക്കുന്ന അവരുടെ മനസ്സ് പറയുന്നില്ല. കഅബാലയം ഒരു വെളിപ്പാടകലയാണ് നിൽക്കുന്നത്. ആ അല്ലാഹുവിന്റെ കഅബാലയം പണിതത് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലേ അതിനെ പുനരുദ്ധരിച്ചത്. മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാടുകളുള്ള മണ്ണ്, ഹബീബായ നബി തങ്ങളുടെ കുടുംബമുള്ള മണ്ണ്, ഹബീബായ നബി തങ്ങളുടെ പ്രപിതാക്കന്മാർ കഴിഞ്ഞു പോയ മണ്ണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വല്ലിപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലിന്റെ അടയാളം പതിഞ്ഞ മഖാം ഇബ്രാഹിമുള്ള കല്ല് അലൈഹിസ്സലാം, ഹജറുൽ അസ്വദുള്ള പരിശുദ്ധമായ കഅബാലയം, അതൊന്ന് കാണാനും അവിടെ തവാഫ് ചെയ്യാനും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും വരുന്ന സാത്വികരായ, ഒരു യുദ്ധം ലക്ഷ്യം വെക്കാതെ ആയുധം പോലും കൊണ്ടുവരാതെ വന്ന സ്വഹാബികളോടാണ് പറഞ്ഞത്, മക്കക്കാർ നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങൾ തിരിച്ചു പോകണം. എന്തിന് തിരിച്ചു പോകണം? കാരണമില്ല.
മുത്തുനബി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത വർഷം വന്നോളൂ, നിങ്ങൾക്ക് ഉംറ ചെയ്യാം. 3 ദിവസം വരവും പോക്കുമായിട്ട് 3 ദിവസം, അതിലേറെ മക്കത്ത് നിൽക്കരുത് എന്ന് മക്കയുടെ അധികാരം കയ്യിലടക്കി പിടിച്ച് മക്കയിലെ പ്രമാണിമാർ, അവിടുത്തെ ബഹുദൈവ വിശ്വാസത്തിന് നേതൃത്വം കൊടുത്ത ആളുകള് ഹബീബായ നബി തങ്ങളെയും സ്വഹാബികളെയും തുരത്തി ഓടിക്കാൻ ഇന്ന് നേരത്തെ സ്വഹാബിമാർ ചോദിച്ചു പോയിട്ടുണ്ട്, നബിയേ നമ്മൾ ഈ മാനക്കേട് സഹിക്കണോ പ്രവാചകരെ? എന്താണ് പ്രവാചകർ അവിടെ ചെയ്ത ന്യായം? പ്രവാചകർ തങ്ങളുടെ നിലപാട് എന്തായിരുന്നു? വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ ലോകോത്തര മാതൃക തീർക്കുകയാണ് ലോകത്തിന്റെ പ്രവാചകർ. നബി തങ്ങൾ പറഞ്ഞു, ശരി, ഞങ്ങൾ തിരിച്ചു പോകാം, പക്ഷേ നമ്മളൊരു കരാർ ഒപ്പുവെക്കണം. ആ കരാറിൽ ഇനി 10 വർഷത്തേക്ക് യുദ്ധം പാടില്ല. ആ കരാർ ഖുറൈശികൾ അവരുടെ ഡിമാൻഡുകൾ വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമീങ്ങളായിട്ട് മദീനത്തേക്ക് വന്നാൽ അവരെ നിങ്ങൾ തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും പഴയ മതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടേക്കണം. മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമാണ്, ഖുറൈശികൾക്ക് അനുകൂലമാണ് എല്ലാ ന്യായങ്ങളും. അതുമാത്രമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ കരുണാകടാക്ഷമായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ കുറിക്കുന്ന കരാറാണിത് എന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്ത് വെട്ടണം എന്ന് നബി ഞങ്ങളോട് ഡിമാൻഡ് ചെയ്തത് സുഹൈൽ ഇബ്നു ഇംറാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി. അന്ന് ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞതാണ്, നബിയേ ഇയാളെ വിട്ടേക്കണ്ട എന്ന്. അന്ന് എന്നോട് ദഅഹുമാ യാ ഉമർ ഫലഅല്ലക തറാ മിൻഹുമാ മാ യസുറുക ഇൻഷാ അല്ലാഹ് എന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വിട്ടുകളഞ്ഞതാണ്. ഈ സുഹൈൽ ഇബ്നു ഇംറാൻ നബി തങ്ങളോട് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതനാണ് എന്ന് പറയുന്ന വചനം വെട്ടിക്കളയണമെന്ന് ഹബീബായ നബി തങ്ങളോട് നിർദ്ദേശിച്ചപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ നിങ്ങളത് വെട്ടിക്കോളൂ. അലി റളിയല്ലാഹു അൻഹു വിഷമിച്ചു പോയിട്ടുണ്ട്. അത് വെട്ടണോ നബിയെ? ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് നബിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. വേണ്ടില്ലായിരുന്നു എന്ന് ഉമർ എന്നവർ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഉമർ എന്നവർ ചോദിച്ചു നബി തങ്ങളോട്, നബിയേ അലസ്ത റസൂലല്ലാഹി ഹഖാ, നബിയേ അങ്ങ് ഹഖായും അല്ലാഹുവിന്റെ റസൂലല്ലയോ? ബലായ ഉമർ, ഉമറേ നിങ്ങൾക്കതിന് സംശയമുണ്ടോ? ഞാൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് ഉമറേ. ഉമർ തങ്ങൾ ചോദ്യം നിർത്തിയില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാത്തിൽ, നബിയേ നമ്മൾ ഹഖിന്റെ പക്ഷത്തും അവർ ബാത്തിലിന്റെ പക്ഷത്തുമല്ലേ? നമ്മൾ ന്യായത്തിന്റെയും സത്യത്തിന്റെ കൂടെയും അവർ അന്യായത്തിന്റെയും അധർമ്മത്തിന്റെയും കൂടെയല്ലയോ? ബലായ ഉമർ, അതേ ഉമറേ. അലൈസ ഖത്ലാനാ ഫിൽ ജന്ന വഖത്ലാഹും ഫിന്നാർ, നബിയേ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ നമ്മിൽ നിന്ന് മരണപ്പെടുന്നവർ ശുഹദാക്കളും അവർ സ്വർഗത്തിലേക്കും അവരിൽ നിന്ന് മരിക്കുന്നവർ നരകത്തിലേക്കുമല്ലയോ? ഖാല ബലാ യാ ഉമർ, അതേ ഉമറേ. യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്താണെങ്കിൽ, അവാധർമ്മത്തിലാണെങ്കിൽ, നമ്മുടെ കൂടെയുള്ളവർ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടാൽ അവർക്ക് സ്വർഗമാണെങ്കിൽ, ഫലിമഹാദിഹിദ്ദനിയതു യാ റസൂലല്ലാഹ്, നബിയേ എന്തിനാണ് ഈ നാണക്കേട് സഹിക്കുന്നത് നബിയേ? നമ്മൾ 2500 ആളുകളില്ലേ, ഖുറൈശികളോട് നമുക്കൊന്ന് യുദ്ധം ചെയ്താലോ എന്ന് ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ അഷ്ഹദു വല്ലാഹി ഇന്നഹു ലറസൂലുള്ളാഹ്, ഉമറേ ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഉമറേ. റസൂലുള്ളാഹിക്ക് അല്ലാഹു പറയുന്നതല്ലേ ചെയ്യാൻ പറ്റൂ ഉമറേ. റസൂലുള്ളാഹി തങ്ങൾ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വാക്കുകൾ പറഞ്ഞതിൽ പിന്നെ ഉമർ തങ്ങൾ പറയാറുണ്ട്, പിന്നീട് ഞാൻ ചെയ്ത സ്വതക്കകൾ, പിന്നീട് ഞാൻ ചെയ്ത സുന്നത്ത് നോമ്പുകൾ, പിന്നീട് ഞാൻ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം
അള്ളാന്റെ റസൂലിനോട് ഞാൻ ആ പറഞ്ഞു പോയതിൽ അതപകേട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മാപ്പ് കിട്ടാനാണ് ഞാൻ ചെയ്തു കൂട്ടുന്നത് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത്രയും സ്വഹാബിമാർ മാനസികമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയും നബി തങ്ങൾ അത് വേണ്ട 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 എന്ന് പറഞ്ഞ് ഇസ്ലാമിന് പ്രതികൂലമാണെങ്കിലും യുദ്ധം വേണ്ട എന്ന ആ ഒരു കരാറിൽ ഒപ്പുവെച്ച് ഹുദൈബിയ സന്ധിയിൽ നിന്ന് തിരിച്ചു പോരുന്നത് ഇസ്ലാമിക സഹിഷ്ണുതയുടെ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മതങ്ങളോടും മതവിഭാഗങ്ങളോടും മനുഷ്യരാശിയോടും മുഴുവനും എത്രയും നല്ല മമതയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ച ഉദാത്തമായ ഹബീബിന്റെ മാതൃകയാണ്. ആ കരാറ് നബിയല്ല പൊളിച്ചത്, ആ കരാറ് പൊളിച്ചത് മക്കക്കാര് തന്നെയായിരുന്നു. അങ്ങനെ ഹബീബായ നബി തങ്ങൾ മക്ക വിജയം നടക്കുന്നു. 2 കൊല്ലമാണ് ആ കരാർ ഇഫക്റ്റീവായി നിന്നത്. 2 കൊല്ലമായപ്പോഴേക്കും ഖുറൈശികൾ അത് പൊളിച്ചു. നബി തങ്ങൾ 10,000 സ്വഹാബികളോടുകൂടെ മക്കയിലേക്ക് വരുന്നു. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിശുദ്ധമായ വാതിൽ പടിക്കൽ നിന്നുകൊണ്ട് നബി തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ സമയം മക്ക ഹബീബിന്റെ കാൽ കീഴിലാണ്. പരിശുദ്ധമായ മക്ക ഇസ്ലാമിന്റെ പരിധിയിൽ വന്നിരിക്കുകയാണ്. അധികാരം ഹബീബിനാണ്, സ്വഹാബികൾക്കാണ്. 10,000 സ്വഹാബിമാർ അന്ന് ആയുധ വിഭൂഷിതരാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറുള്ള അനുയായികളുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ മുന്നിൽ കണ്ണും നട്ടിരിക്കുന്ന, ഇനി എന്താണാവോ ഞങ്ങളെ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ അറുകുല ചെയ്യുമോ ഈ പ്രവാചകൻ? ഞങ്ങളെ ചുട്ടുകരിക്കുമോ ഈ പ്രവാചകൻ? കാരണം അവരുടെ അനുയായികളെ ചുട്ടുപഴിപ്പിച്ച കുന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കി കൊന്നവരാണ് ഞങ്ങൾ. ആ പ്രവാചകന്റെ അനുയായികളെ കയറിൽ കെട്ടിത്തൂക്കി അടിച്ചു കൊന്നിട്ടുണ്ട് ഞങ്ങൾ. ആ പ്രവാചകന്റെ അനുയായികളെ മരുഭൂമിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ കഴുത്തിലേക്ക് ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ ബ്ലാഡർ, ഒട്ടകത്തിന്റെ വിസർജ്യം ആ പ്രവാചകന്റെ തലയിൽ കൊണ്ടുപോയി ചാർത്തിയവർ ആ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം പ്രസക്തമാണ്. മാ ദുന്നുകും അന്നീ ഫാഇലും ബികും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നോക്കണം, അധികാരം കയ്യിലുണ്ട്, ശക്തി കയ്യിലുണ്ട്, സൈന്യം പിറകിലുണ്ട്. ഹബീബിന്റെ കയ്യിലാണ് അധികാരം. ഹബീബിനെ എല്ലാ നിലക്കും വേദനിപ്പിച്ചവർ, ഹബീബിന്റെ അനുയായികളെ ദാരുണമായി ഒരു നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞവർ. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ ആ ജനങ്ങളോട് ഒരു ഉപദ്രവവും ചെയ്യാത്ത പച്ചപ്പാവങ്ങളെ മൃഗീയമായി കൊന്നവർ ആ കൂട്ടത്തിലുണ്ട്. അവരോട് പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മാ ദുന്നുകും അന്നീ ഫാഇലും ബികും. കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ടാണ് നബി തങ്ങൾ ചോദിച്ചത്. ഒരേ സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞില്ലേ? അൻതാ ഖുൻ കരീം വബ്നു അഖിൻ കരീം, നിങ്ങൾ ഞങ്ങളുടെ മാന്യനായ സഹോദരനാണ്, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ മകനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ അവിടെ കൊടുത്ത മറുപടി, എന്റെ മുൻഗാമിയായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം സ്വന്തം സഹോദരങ്ങളോട് പറഞ്ഞ പോലെ എന്നെ ശിക്ഷിച്ച എന്റെ അനുയായികളെ വേദനിപ്പിച്ച നിങ്ങളോട് ഞാൻ പറയുന്ന മറുപടി, ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിൻ, അബൂ സുഫിയാൻ എന്ന മക്കക്കാരുടെ നേതാവിനെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല. അയാളുടെ വീട്ടുകാരും ആ വീട്ടിൽ കയറുന്ന മുഴുവൻ ആളുകളും സുരക്ഷിതരാണ്. മൻ ദഖല ദാറഹു ഫഅഗ്ലഖ അലൈഹി ബാബഹു ഫഹുവ ആമിൻ, ഓരോരുത്തരും അവനവന്റെ വീട്ടിൽ കയറി സുരക്ഷിതരായിരിക്കാവുന്നതാണ്. ഒരു വീട്ടിലും കയറി ഞങ്ങൾ ആക്രമിക്കുകയില്ല. മൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ആര് കയറിയിരിക്കുന്നോ അവർ സുരക്ഷിതരാണ്. യുദ്ധം ചെയ്യാതിരിക്കുന്ന മുഴുവൻ ആളുകളും സുരക്ഷിതരാണ് എന്ന പ്രഖ്യാപനം നടക്കുമ്പോൾ സുഹൈൽ ഇബ്നു അംർ തന്റെ വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ബിസ്മില്ലാഹി വെട്ടാൻ പറഞ്ഞ ആള്, റസൂലുള്ളാഹ് എന്ന് വെട്ടണമെന്ന് പറഞ്ഞ ആള് ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടപ്പോ മുൻപല്ല് ഞാൻ അടിച്ചു പൊഴിക്കട്ടെ എന്ന് നബി തങ്ങളോട് ഉമർ തങ്ങൾ ചോദിച്ചിരുന്ന ആ സുഹൈൽ ഇബ്നു അംർ വീടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ മകൻ മുസ്ലിമാണ്, അബ്ദുല്ലാഹ് ഇബ്നു സുഹൈൽ റളിയല്ലാഹു അൻഹു. മകൻ വന്നിട്ട് വാപ്പയോട് സംസാരിക്കുമ്പോ വാപ്പ പറഞ്ഞു, മോനെ നിന്റെ നബിയോട് എനിക്ക് അഭയം തരാനൊന്ന് പറയുമോ? നിന്റെ നബിയോട് എനിക്ക് അഭയം തരാൻ പറയുമോ? മോൻ പറഞ്ഞു, ഉപ്പ ഞാൻ നബിയോട് പറയാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുല്ലാഹി തങ്ങൾ വന്നു പറഞ്ഞു, നബിയേ, എന്റെ ഉപ്പ സുഹൈൽ ഇബ്നു അംറിന് ഞാൻ സംരക്ഷണം കൊടുക്കട്ടെ നബിയേ. എന്റെ വാപ്പയെ ഇനി ഒന്നും ചെയ്തേക്കരുത്. വാപ്പ പുറത്തിറങ്ങി നടന്നാലും ഒന്നും ചെയ്യരുത്. നിന്റെ വാപ്പ ഫഹുവ ആമിനും ബി അമാനില്ലാഹ്, അല്ലാഹു നൽകുന്ന സംരക്ഷണം നിന്റെ വാപ്പാക്ക് നാം നൽകിയിരിക്കുന്നു. ഫൽയഖ്റുജ്, നിന്റെ വാപ്പ വേണ്ടിടത്ത് ഇറങ്ങി നടന്നോട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ സുഹൈൽ ഇബ്നു അംറിന് സംരക്ഷണം കൊടുത്തു മക്കയിൽ. നോക്കണം, മക്കയിലെ നേതാവാണത്. നമ്മളാണെങ്കിൽ ഒരു നേതാവിനെ കിട്ടിയാൽ അപമാനിക്കാനല്ലേ നോക്കുക, നാണം കെടുത്താനല്ലേ പരിശ്രമിക്കുന്നത്. നേതാക്കന്മാര് പോകട്ടെ, ഈ ഉമ്മത്തിലെ ആളുകൾ പരസ്പരം ചെളിവാരിത്തേക്കുമ്പോ നമ്മൾ ആലോചിക്കണം, ഹബീബിന്റെ മാതൃകയാണോ നമ്മൾ ഈ ചെയ്യുന്നത്, അതല്ല നമ്മൾ ആവേശം മൂത്ത് എന്തൊക്കെയോ പൈശാചികതയാണോ കാട്ടിക്കൂട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ അതിമനോഹരമായ സഹിഷ്ണുത കണ്ടപ്പോ സുഹൈൽ ഇബ്നു അംർ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇതൊരു പ്രവാചകനായിരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളുടെ അരികത്ത് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ് സുഹൈൽ ഇബ്നു അംർ എന്നവർ. വഹസുന ഇസ്ലാമുഹു, ഇസ്ലാം നന്നാവുകയും ചെയ്തു. നോക്കണം, നമ്മളെ കണ്ട് ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്ന് അവരുടെ ആഖിറം രക്ഷപ്പെടണം. നമുക്ക് എണ്ണസംഖ്യ കൂട്ടേണ്ടതില്ല. നമ്മൾ എണ്ണത്തിൽ ഒരുപാടുണ്ട്. എണ്ണമല്ല വിഷയം, ക്വാളിറ്റിയാണ് വിഷയം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തികൾ, ഹബീബ് പറയുന്ന ഉമ്മത്തികളായി മാറണം. എത്രയോ ഇസ്ലാമിലേക്ക് ഇന്നലകളിൽ കടന്നു വന്ന ആളുകൾ, നമ്മളെക്കാളും ഈമാനുള്ള എത്ര ആളുകളുണ്ട്, നമ്മളെക്കാളും അല്ലാഹുവിനെ പേടിക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര സൂക്ഷ്മതയുള്ള പുതു മുസ്ലിമീങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അല്ലാഹുവേ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് റബ്ബേ നിന്നെ കുറിച്ചുള്ള തഖ്വ നീ വർദ്ധിപ്പിച്ചു നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ ഞങ്ങൾ പരസ്പരം മാപ്പ് കൊടുക്കുന്നവരാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെ അറവ് ചെയ്യുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ അരികത്തുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ സുഹൈൽ ഇബ്നു അംർ ഹബീബായ നബി തങ്ങൾക്ക് ഒട്ടകത്തെ കിടക്കെത്തി കൊടുക്കുന്നത് ഞാൻ കണ്ടു. മുത്തുനബി തങ്ങൾ അറവ് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് എല്ലാ ഒത്താശയും ചെയ്യാൻ നബിയുടെ ഖാദിമായിട്ട് നിൽക്കുകയാണ് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു. സുഹൈൽ ഇബ്നു അംർ അന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുണ്ഡനം ചെയ്യുകയും അവിടുത്തെ പരിശുദ്ധമായ മുടി, ഹബീബിന്റെ ഷഅർ മുബാറക് എന്ന് പറയുന്ന നബി തങ്ങളുടെ മുബാറക്കായ പരിശുദ്ധമായ ശിരസിലെ മുടി, ആ തലമുടി നബി തങ്ങൾ നീക്കം ചെയ്ത് ഏതാനും മുടി താഴേക്ക് വീണപ്പോ മഹാനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആ മുടിയെടുത്ത് കണ്ണിൽ വെച്ചുകൊണ്ട് കരയുന്നത് ഞാൻ കണ്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഞാൻ ഓർത്തുപോയി, ഇത്രയും നബിയോട് സ്നേഹമുള്ള ഈ മനുഷ്യന് എങ്ങനെ റസൂലുള്ളാഹി എന്ന് വെട്ടാൻ എന്ന് പറയാൻ തോന്നി, എങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെട്ടണമെന്ന് അന്ന് പറയാൻ തോന്നി. ഈ മനുഷ്യനാണോ അതൊക്കെ ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ചു പോയി. സുഹൈൽ ഇബ്നു അംറിന്റെ സ്നേഹം, ഹബീബിനോടുള്ള ബഹുമാനം ഞാൻ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന കാലം മഹാനായ നബി തങ്ങളുടെ ദീനിന് വേണ്ടി മക്കയിൽ പ്രഭാഷണങ്ങൾ നടത്തി സ്വഹാബിമാർക്ക് വഅദ് പറഞ്ഞു കൊടുത്ത് മക്കയിൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോകുന്ന ആളുകളെ ഇസ്ലാമിന്റെ പന്ഥാവിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചത് ഈ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോഴാണ് ഉമർ എന്നവർ പറയുന്നത്, അന്ന് ബദർ യുദ്ധം നടക്കുമ്പോ എന്നോട് ഹബീബ് പറഞ്ഞ ആ വാക്ക് പുലർന്നത് എത്ര മനോഹരം. എന്നോട് പറഞ്ഞല്ലോ ഉമറേ, ആ രണ്ട് പല്ലുകളും അവിടെ നിന്നോട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ആ ഫലഅല്ലക തറാ മിൻഹുമാ മാ യസുറുക ഇൻഷാ അല്ലാഹ്, ആ രണ്ട് മുൻപല്ലിലൂടെ നിങ്ങൾക്ക് കണ്ണിന് രോമാഞ്ചമുള്ളത് കാണാൻ കഴിയും ഉമറേ, ഇൻഷാ അല്ലാഹ്. കുറച്ചു കാലം കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആ മനോഹരമായ വാക്കുകളാണ് അവരുടെ മുൻപല്ലും അവരുടെ നാവും ഉപയോഗിച്ച് അവരുടെ വായിലൂടെ വളരെ മനോഹരമായി നിർഗളിച്ച വാക്കുകളാണ് ഇസ്ലാമിന്റെ വിജയത്തിന് മക്കയിൽ കാരണമായത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ പിടിച്ചു നിർത്തിയ പോലെ മക്കയിൽ മുർത്തദ്ദീങ്ങളെ പിടിച്ചു നിർത്തിയത് സുഹൈൽ ഇബ്നു അംർ തങ്ങളാണ്. അതിനെക്കുറിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ പറഞ്ഞത്, ഉമറേ സുഹൈൽ ഇബ്നു അംറിനെ ഉപദ്രവിക്കല്ലേ,
അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുഹൈൽ ഇബ്നു അംർ എന്നവരും അബൂ സുഫിയാൻ എന്നവരും രണ്ടുപേരും പിന്നീട് മുസ്ലിമീങ്ങളാണ് റളിയല്ലാഹു അൻഹുമാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉമർ തങ്ങളുടെ മജ്ലിസിന്റെ മുമ്പിൽ സമ്മതം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ഒരു സമ്മതവും വേണ്ടാതെ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവും മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആ പരിശുദ്ധമായ മജ്ലിസിലേക്ക് ഒരു സമ്മതവുമില്ലാതെ ഉമർ തങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട ആളുകളായതിന്റെ പേരിൽ അവര് ഉമർ തങ്ങളുടെ മജ്ലിസിലേക്ക് കടന്നു പോകുമ്പോ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, അന്ന് പറഞ്ഞിട്ടുണ്ട്, സുഹൈലേ, ഇതെന്തോ ഒരു നാണക്കേടാണ് സുഹൈലേ, ഞാനും നിങ്ങളും മക്കക്കാരുടെ നേതാക്കന്മാരല്ലേ, ഈ ബിലാലും സുഹൈബും അവിടുത്തെ അടിമകളായിരുന്നില്ലേ, ഈ അടിമകൾക്ക് ഒരു പെർമിഷനും വേണ്ടാതെ ഉമർ തങ്ങളുടെ മജ്ലിസിലേക്ക് ഞാനും നിങ്ങളും മക്കക്കാരുടെ നേതാക്കന്മാരായിട്ട് നമ്മൾ പെർമിഷനും കാത്തിരിക്കുകയാണോ? നമ്മൾ ക്യൂവിലാണ്, അവർക്കൊരു ക്യൂവും ഇല്ലല്ലോ എന്ന് പരാതി പറഞ്ഞപ്പോ അബൂ സുഫിയാൻ എന്നവരെ തിരുത്തി കൊടുത്ത ആളാണ് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. പറഞ്ഞു, അബൂ സുഫിയാനേ, ഞാനും നിങ്ങളും ബിലാലും സുഹൈബും ഒരുപോലെയാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി തങ്ങൾ വിളിച്ചപ്പോ അതിന് നമ്മളുടെ മുമ്പ് ഉത്തരം കൊടുത്തവരല്ലേ അവരെ നമ്മൾ ശിക്ഷിച്ചിട്ടില്ലേ? അബൂ സുഫിയാനെ, നിങ്ങൾ മറന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം ഉത്തരം കൊടുത്തവർ അവരല്ലേ? അവരെ പോലെ നമ്മൾക്ക് ആവാൻ കഴിയുമോ? അതുകൊണ്ട് ഉമർ എന്നവരുടെ മജ്ലിസിൽ കടക്കാൻ പെർമിഷൻ വൈകി പോകുന്നതല്ല അബൂ സുഫിയാനെ. എന്റെ പേടി നാളെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു നമ്മളെ അവിടെ ഇതുപോലെ ലേറ്റാക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് അബൂ സുഫിയാൻ എന്നവരോട് പറയാൻ മാത്രം തന്റെ ഇടവും ഈമാനിക ഭക്തിയും ഉണ്ടായിരുന്ന മനുഷ്യനായി ഈ സുഹൈൽ ഇബ്നു അംർ മാറുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാത്തമായ സ്വഭാവ ഗുണമാണ് ഇതിനൊക്കെ വഴിവെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കുന്ന, മഗ്ഫിറത്തിനെ ചോദിക്കുന്ന ഈ പത്തിൽ അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്ത് നൽകണേ എന്ന് പറയുമ്പോൾ നമ്മളും നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ നന്നാക്കുകയും മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ സാധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽ സ്വഭാവികളാക്കി അല്ലാഹു നമ്മെ മാറ്റി തരട്ടെ. നമുക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ നിർബന്ധമായും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഉമ്മമാർ മക്കളോട്, മക്കൾ ഉമ്മമാരോട്, മക്കൾ വാപ്പമാരോട്, സഹോദരന്മാർ സഹോദരങ്ങളോട്, കുടുംബക്കാർ കുടുംബങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാതെ അല്ലാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യില്ല സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദാത്തമായ മഗ്ഫിറത്ത് ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് അല്ലാഹുവേ നീ നൽകണേ തമ്പുരാനെ, നീ നൽകണേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളായ സ്വഹാബിമാരും താബിഉകളും അവരും ഈ സ്വഭാവ ഗുണങ്ങളാണ് പിന്തുടർന്നു പോരുന്നത്. ഹബീബായ നബി തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ പള്ളിയിലേക്ക് പോകുമ്പോ ഒരാൾ വന്ന് മഹാനവറുകളെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളെ ചീത്ത പറയുന്നു, മഹാനവറുകളെ വല്ലാണ്ട് പരിഹസിക്കുന്നു. മഹാനവറുകളെ പരിഹസിക്കുന്നത് കണ്ടപ്പോ മദീനത്തെ കുട്ടികൾ ചെന്ന് ഈ ചീത്ത പറയുന്ന ആളെ ശകാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഹാദാ, എന്നെ കുറ്റം പറയുന്നവനെ, ഫിയ അക്സറു മിമ്മാ തഖൂൽ, നിങ്ങൾ ഇത്രയല്ലേ കണ്ടിട്ടുള്ളൂ, ഇതിനേക്കാളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എന്നിലുണ്ട്. വമാ ലാ തഅരിഫുഹു മിന്നി അക്സറു മിമ്മാ അറഫ്ത, നിങ്ങൾക്കറിയുന്നതിനേക്കാളും കുഴപ്പങ്ങൾ എന്നിലുണ്ട് സഹോദരാ, എന്നിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ എത്രയാണ് എന്നെ കൊണ്ട് പറഞ്ഞു തീർക്കുക? നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കറിയുന്നതല്ലേ, നിങ്ങൾ അറിയാത്ത എത്രയോ കുഴപ്പങ്ങൾ എനിക്ക് വേറെയുമുണ്ട്. ഇത് പറഞ്ഞിട്ടൊരു ചോദ്യം, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഞാൻ സഹായിക്കേണ്ടതുണ്ടോ? ആ ചീത്ത പറഞ്ഞ മനുഷ്യന് നാണം കെട്ടുപോകുന്നു. എന്നിട്ട് 1000 ദിർഹമിന്റെ ഒരു കിഴി മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴാണ് അയാൾ നാണം കെടുന്നത്. അയാൾ ആകെ
ആകെ എന്തെന്നില്ലാതെ ലജ്ജ കാണിച്ചു പോകുന്നു. അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അന്ന ഹാദ ശാബ വലദു റസൂലില്ലാഹ്, ഇത് റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ വരുന്ന തങ്ങളാണ്, ഇത് സയ്യിദാൻ, ഇത് തങ്ങളാണെന്നതിന്, ഇത് അഹ്ലു ബൈത്താണെന്നതിന് ഈ സംഭവം തെളിവാണ്. ഇത് ഹബീബിന്റെ കുടുംബങ്ങൾക്കാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയൂ എന്ന് മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങളെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞതിന് അങ്ങോട്ട് ചീത്ത പറയാതെ മാന്യത കാണിച്ച സംഭവം കാണുക മാത്രമല്ല, തന്നെ ഉപദ്രവിച്ചവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന പാരമ്പര്യം, അതാണ് ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം. ഫേസ്ബുക്കുകളിലും വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിന്റെ കമന്റുകളിലും അനാവശ്യമായ തെറിവിളികൾ മുസ്ലിമീങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. സംസ്കാരമില്ലാത്തവർ പരാസഭ്യങ്ങളും എഴുതിവിടുമ്പോ മാന്യമായിട്ടാണ് അതിന് മറുപടി പറയേണ്ടത്. മാന്യമായിട്ട് തിന്മകളെ, തെറ്റിദ്ധാരണകളെ തിരുത്താൻ പറഞ്ഞു കൊടുക്കുകയല്ലാതെ നമ്മളും അവരെ പോലെ അസഭ്യം പറഞ്ഞാൽ പിന്നെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുകൊണ്ട് തിന്മയെ തിന്മ കൊണ്ടല്ല എതിർക്കേണ്ടത്, തിന്മയെ നന്മ കൊണ്ടാണ് എതിർക്കേണ്ടത്, തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. ഈ പാഠം പരിശുദ്ധ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തും ഹബീബും പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം, ഒരു വണ്ടിയുടെ വിഷയം, KL 57N 5323. എന്താ വണ്ടി എന്ന് കൂടെ പറഞ്ഞാൽ എളുപ്പമായിരുന്നു. ആ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ വാഹനം അടിയന്തരമായി മാറ്റി കൊടുക്കണം. KL 57N 5323. ആ വണ്ടി എന്ത് ചെയ്യണം, അടിയന്തരമായിട്ടും ഇവിടെ മാറ്റി കൊടുക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുമ്പോഴേ അവനവന്റെ മൊബൈൽ നമ്പർ ആ വണ്ടിന്റെ വിൻഡ് ഷീൽഡിൽ വെച്ചു കൊടുത്താൽ മതി. എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കെയും വിളിക്കാലോ. വെറുതെ ഈ വാതിന്റെ അടിയിലൊക്കെ വന്ന് അനൗൺസ് വരാതിരിക്കാൻ ഒരു കാര്യം നല്ലതാണത്. എന്ത് ചെയ്യാ, അവനവന്റെ വണ്ടി പാർക്കിംഗ് ശരിയായിട്ടില്ല എന്നറിയാം, അതേ നിർവാഹമുള്ളൂ, അങ്ങനെ പാർക്ക് ചെയ്ത് പോരാൻ. എന്നാ പിന്നെ അവനവന്റെ നമ്പർ വണ്ടക്കക്ഷരത്തിൽ എന്ത് ചെയ്യുന്ന എഴുതിയിട്ട് അവിടെ വെച്ചു കൊടുക്കുക. എന്തെങ്കിലും ബാക്കിയുള്ള ആൾക്ക് പോകണമെന്ന് വന്നാൽ ഇയാളെ വിളിച്ചാൽ മതിയല്ലോ, പിന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാവരും ശ്രദ്ധിച്ച്, നമ്മുടെ നാട്ടിലൊന്നും പാർക്കിങ്ങും ഇല്ല, റോഡുകളിൽ സൗകര്യമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും. സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ പരിപാടി ലൈവിലൂടെ കാണുന്ന ഒരു സഹോദരി, ഒരു കുട്ടി ഹാഫിളാകാനുള്ള മുഴുവൻ ചെലവ് മാഷാ അല്ലാഹ് എത്ര, 1,56,000. 1,86,000 രൂപ ഈ പരിപാടി ലൈവിൽ കണ്ട ഒരു സഹോദരി ഈ റമദാനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു നീ കബൂലാക്കണേ തമ്പുരാനെ, അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആ സഹോദരിക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. ഭർത്താവിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അവരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. മക്കളിൽ കൺകുളിർമയെ കൊടുക്കണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു വലിയ അമലാക്കി ഇതിനെ സ്വീകരിക്കണേ റബ്ബേ. ഈ റമദാനിൽ ഇത്രയും വലിയൊരു സംഖ്യ അതൊരു സഹോദരി വിശുദ്ധ ഖുർആനിന്റെ ഖിദ്മത്തിന് വേണ്ടി ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവേ, അത് നാളെ പരലോകത്തേക്ക് ഹിസാബിലും മീസാനിലേക്കും വരുമ്പോൾ ഒരു വലിയ സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ വല്ല പരിപാടി നിർത്തിയിട്ടില്ല, നിർത്തണോ? ഞാൻ വണ്ടിന്റെ ലിസ്റ്റ് വന്നപ്പോൾ പറഞ്ഞ അതെ മാഷാ അല്ലാഹ് സംഭാവനകളുണ്ട്. പിന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു 5,000 റുപ്യ കൊടുക്കാൻ പറ്റാത്തവരിപ്പോൾ ഇങ്ങപ്പോഴുണ്ടാവും. അത് കൊടുക്കാൻ പറ്റാത്തവര് മാത്രം ഒന്ന് കൈവയ്ക്കാല്, ബാക്കിയുള്ള നമ്പറൊന്നും എടുക്കാലോ. അങ്ങനെ പറഞ്ഞാൽ വിഷമാവോ? ഒരു കൊല്ലത്തേക്ക് കൊടുത്താൽ മതി. നമ്മുടെ ദാറുത്തഖ്വയിലെ ഒരു പക്ഷേ ഈ വാതിലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന സംഭാവന മതിയാവും. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഒരു വർഷത്തേക്ക് ടെൻഷൻ ഇല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മുടെ സംഘാടകർ നിങ്ങളുടെ അരികത്തേക്ക് വരുമ്പോഴേ പ്രയാസമുള്ളവരെന്ന് പറയുമ്പോൾ കൈവക്കാൻ പ്രയാസം, പറ്റുന്നവരെന്ന് കൈവയ്ക്കാട്ടെ. അതന്നെ ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ്, വരട്ടെ, കൈ പൊക്കട്ടെ, നിർത്തി കൈ പൊക്കട്ടെ. പൊക്കിയവര് കൈ താഴ്ത്തല്ലേ, മാഷാ അല്ലാഹ്. ഇനിയുണ്ടല്ലോ ബാക്കിലൊക്കെ പൊക്കാനാ. ആ കൈയൊക്കെ ഒന്ന് വരുത്തിയിട്ട് പൊക്കിക്കൂളി. ബിസ്മില്ലാ. ഒരു വർഷത്തേക്ക് കിട്ടും, ഇപ്പോഴല്ല, ഇപ്പൊ കൊടുക്കാനല്ല, ഒരു കൊല്ലത്തിനിടയ്ക്ക് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്, സഹോദരിമാരും പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കണേ ഇൻഷാ അല്ലാഹ്. പിന്നെ കൈ പൊക്കാത്തവരുണ്ടാവും, പേര് നമ്പർ കൊടുത്ത് ഏൽപ്പിക്കുക. നമ്മുടെ പ്രവർത്തകന്മാര് നിങ്ങളുടെ സൗകര്യപൂർവ്വം ആ വിഷയം വിളിച്ചറിയിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മഹാനായ ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു കാന മുസ്തജാബ ദഅവ, ദുആഇന് ഉത്തരമുള്ള മഹാനായിരുന്നു. കേട്ടില്ലല്ലോ റബ്ബേ, കഴിഞ്ഞു. അല്ലാഹ്, ഞാൻ യാത്രക്കാരനായതുകൊണ്ട് എൻ്റെത് ജമ്മായിട്ട് പോകുന്നുണ്ട്. പിന്നെ നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യണം. ഒരു കാര്യം കൂടെ, ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടെ പറയാം. ഒന്നുമില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് മഹാനായ ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു തആല അൻഹു ദുആക്ക് ഉത്തരമുള്ള ആളാണ്. പക്ഷെ ഒരാൾക്ക് എതിരായിട്ടും ദുആ ചെയ്തിട്ടില്ല എന്നാണ് ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു. ഒരാൾക്കും എതിരായിട്ട് ദുആ ചെയ്തിട്ടില്ല. നമ്മൾ പറയില്ലേ, നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കണേ, ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുന്നവരെ നീ നശിപ്പിക്കണേ, അത് ദുആയിരിക്കാം എന്നല്ലാതെ മുസ്ലിമീങ്ങളായ ആളുകളിലും ഒരുപക്ഷെ സംഘടനാ വൈരാഗ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. അതിന്റെ പേരിലൊന്നും കേടായിട്ട് ദുആയിരിക്കാൻ പാടില്ലെന്നാണ്. അതൊന്നും സാരമില്ല, അതൊക്കെ ഒരു ഭ്രാന്ത് കഴിഞ്ഞാൽ ശരിയാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. കുറച്ച് നേരത്തേക്കുള്ള വിഷയങ്ങൾ ഉണ്ടാവുള്ളൂ. അതൊന്ന് ശരിക്കൊന്ന് ആകാശം തെളിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ഒരു പുകമറയിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ ദേഷ്യവും വൈരാഗ്യവും, ഒരു വീട്ടുകാർക്ക് അടുത്ത വീട്ടുകാരോട്, ഒരു തറവാടിന് അടുത്ത തറവാടിനോട് ഈ തോന്നുന്ന പോലെയുള്ള വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊന്നും ഉണ്ടാവരുതെന്നാണ് നമ്മൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ പറഞ്ഞതും അതാണ്. പക്ഷേ ഒരിക്കലും കേടായിട്ട് ദ്വാരക്കാൻ പാടില്ലേ. ഒരാൾക്കെതിരായിട്ട്, ഒരു മുസ്ലിമിനെതിരായിട്ടും കേടായിട്ട് ദ്വാരക്കാൻ പാടില്ല. ഒരു വിശ്വാസിക്കെതിരായിട്ടും കേടായിട്ട് ദ്വാരക്കരുത്. അതാണ് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. മഹാനവറുകൾ നല്ല മനുഷ്യനാണ് ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ആളുകൾ ഏഷണി കൂട്ടിയിട്ട് ഭരണാധികാരികളോട് ചെന്നിട്ട് പല നുണയും പറഞ്ഞു കൊടുത്തിട്ട് ആ മഹാനവറുകളെ ഷാമിലേക്ക് നാടുകടത്തുന്ന ഒരു സമയം. അപ്പോ അദ്ദേഹത്തിന്റെ അനുയായികളും അസ്ഹാബുകളും ശിഷ്യന്മാരും പറഞ്ഞു, മഹാനായ ശൈഖ് അവറുകളെ, ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളെ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളെ ഈ നാട് കടത്തുന്ന ആൾക്കാരില്ലേ, അവർക്കെതിരായിട്ടൊന്ന് ദ്വാരന്നൂടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദ്വാരക്കണമെന്ന പേര് എല്ലാവരും ഇന്നി ദാഇൻ ഫഅമ്മിനു, ഞാൻ ദ്വാരക്കാൻ പോവാ, നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കാര്യമായിട്ട് ചോദിച്ച അപ്പൊ ഉത്തരാണ്. കണ്ണ് പോകട്ടെ എന്ന് പറഞ്ഞാൽ കണ്ണപ്പൊ പോയിട്ടുണ്ടാവും, അവിടെ വീഴട്ടെ എന്ന് പറഞ്ഞാൽ വീഴും. ഇങ്ങനെ ദുആഇന് ഇജാബത്ത് കാണിച്ച മഹാനാണ് ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു തആല അൻഹു. ദുആർക്കാൻ പോവാൻ, അല്ലാഹുമ്മ മൻ വശാബി വകദബ അലയ്യ വഅഖ്റജനി മിൻ മിസ്രി വഫറഖ ബൈനി വബൈന ഇഖ്വാനി. പടച്ചവനെ, എന്നെ പറ്റി ഏഷണി പറഞ്ഞു കൊടുത്ത ആളുകള്, ഈ പെണ്ണുങ്ങളൊക്കെയാണ് വല്ലാണ്ട് എതിരായിട്ട് ദുആർക്കുക. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട്, ഞാൻ നിസ്കാരപ്പായി നിന്റെ കണ്ണീര് വാർത്ത് ഹറമ് ചെന്നിട്ട് തോർന്നിട്ടുണ്ട് ഓൽക്കെതിരെ എന്നൊക്കെ പറയും. പൊന്നാര പെങ്ങളെ, ഉമ്മ അങ്ങനെ ചെയ്യരുത്. ഒരു മുഅ്മിനായ മനുഷ്യനെതിരെയും അത് ചെയ്യരുത്. നമ്മുടെ വിഷയം അല്ലാഹുവിലേക്ക് വിടുക, പകരം അല്ലാഹു ചോദിച്ചോളൂ. നമുക്ക് ആർക്കെങ്കിലും വല്ലാതെ ബുദ്ധിമുട്ട് ദുൽമ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പറ്റുന്നത് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ അലൈഹി. ആ മനുഷ്യന്റെ വിഷയത്തിൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, ഇത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടത് കിട്ടും. നമ്മളൊന്നും ചെയ്യണ്ട. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ അലൈഹി. ആരാണോ അത്തരം ചതികൾ ചെയ്യുന്നത്, പടച്ചവനെ അവരെ നീ ഏറ്റെടുക്കണമേ. അവരുടെ നാടും ഫേസ്ബുക്ക് ഐഡി ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ആരാണോ അത് ചെയ്യുന്നത്, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ അലൈഹി. ഇതാണ് ഒരു മുഅ്മിന്റെ ഏറ്റവും വലിയ ആയുധം. അതൊരു ദിക്റാണ്. അതിലൊന്നും അയാൾക്ക് എതിരായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ അല്ലാഹുവേ, ഞാൻ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ, ആ ഒരു വാക്ക് അല്ലാഹു ഇന്തിഖാം ചെയ്യുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലും പറയാതിരുന്നാൽ നമുക്ക് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. മഹാനവറുകൾ ദുആയിരക്കുന്നു, അല്ലാഹുമ്മ മൻ വശാബി, പടച്ചവനെ എന്നെ കൊണ്ട് ഏഷണി പറഞ്ഞവരെ, വകദബ അലയ്യ, എന്നെ പറ്റി നുണ പറഞ്ഞവരെ, വഅഖ്റജനി മിൻ മിസ്രി, എന്റെ മിസ്രിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചവരെ, വഫറഖ ബൈനി വബൈന ഇഖ്വാനി, എന്നെയും എന്റെ സഹോദരങ്ങളെയും വേർപിരിച്ച് എന്നെ ഷാമിലേക്ക് നാടുകടത്താൻ പണിയെടുത്തവരെ ആരൊക്കെയാണോ അവർക്കെല്ലാം ഫഅക്സിർ മാലഹു, അവർക്ക് സമ്പത്ത് ഒരുപാട് കൊടുക്കണേ റബ്ബേ. വഅസ്ഹ ജിസ്മഹു, അവരുടെ തടിക്ക് നല്ല ആരോഗ്യം കൊടുക്കണേ റബ്ബേ. വഅതിൽ ഉംറഹു, അവർക്ക് നല്ല ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ഇതൊക്കെ ചരിത്രത്തിൽ ഇസ്ലാമിലല്ലാതെ എവിടെ കിട്ടും മുഅ്മിനെ? ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പുറത്താക്കാൻ ശ്രമിച്ച ആളുകൾക്ക് മഹാനവറുകൾ കൊടുത്ത മറുപടിയാണിത്. സമാനമായൊരു സംഭവമുണ്ട്. മഹാനായ ആമിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇറാഖിയാണ്, ബസ്റക്കാരനാണ്. ഇറാഖിലെ പോലീസുകാർ അവിടുത്തെ ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ അവിടെ ജീവിക്കുന്ന, അവിടെ ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവർ എന്ന് പറയും, ജിസിയ കൊടുക്കുക എന്ന് പറയും, അങ്ങനെ ജീവിക്കുന്നവർ, അവരിൽപ്പെട്ട ഒരാളെ ഒരു പോലീസിന്റെ ഒരു ശിങ്കിടി വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ആർത്ത് നിലവിളിക്കുന്നുണ്ട്. മഹാനായ ആമിർ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ ആ വഴിക്ക് വരുന്നുണ്ട്.
ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോകുന്നു. എന്തിന്? ഒരു കാരണവുമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് എല്ലാ സംരക്ഷണവും മുസ്ലിം സൈന്യം നൽകുകയും എല്ലാ രാജ്യത്തിന്റെ സുരക്ഷയും അനുഭവിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ അമുസ്ലിമീങ്ങൾ ഒരു ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അവരുടെ കച്ചവടത്തിന്റെ, അവരുടെ കൃഷിയുടെ ചെറിയൊരു വിഹിതം. ആ ടാക്സിനാണ് ജിസിയ എന്ന് പറയാ. ഇതൊരിക്കലും അവരെ വിഷമിപ്പിക്കാനല്ല ഇതിന്റെ ഒരു പ്രത്യേകത. ജിസിയ കൊടുക്കുന്ന ഒരാളും ഒരു യുദ്ധത്തിന് വരൂല. ഒരു യുദ്ധമുണ്ടായാൽ ആ നാട്ടിലെ മുഴുവൻ മുസ്ലിമീങ്ങളും, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇസ്ലാമിന്റെ ഭരണാധികാരി യുദ്ധം പ്രഖ്യാപിച്ചാൽ സൈന്യം മാത്രമല്ല എല്ലാ മുസ്ലിമീങ്ങളായ പുരുഷന്മാരും യുദ്ധത്തിലേക്ക് പോകണം രാജ്യത്തിന്റെ സംരക്ഷണത്തിന്. അങ്ങനെ യുദ്ധമുണ്ടായാൽ ജിസിയ കൊടുക്കുന്ന നോൺ മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല. അവർക്ക് വീട്ടിലിരുന്നാൽ മതി. അവരുടെ ജീവൻ സംരക്ഷിക്കാൻ ആയിരക്കണക്കിന് ജീവൻ കൊടുക്കാൻ മുസ്ലിമീങ്ങൾ ഉണ്ടാകും. ആ സംഭവത്തിന് പകരമാണ് ഇവരെ ടാക്സ് കൊടുക്കുന്നത്. അവർക്ക് യുദ്ധം ചെയ്യേണ്ടതില്ല. അവർക്ക് എല്ലാ സംരക്ഷണവും അനുഭവിക്കാൻ കഴിയും. അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. ഇത്രയും സഹിഷ്ണുതയുള്ള മതമാണ് അല്ലാഹുവിന്റെ ദീന്. മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങള് ഈ മനുഷ്യൻ നിലവിളിച്ചു പോകുമ്പോൾ ചോദിച്ചു, എന്താ പ്രശ്നം? പറഞ്ഞു, ഈ പോലീസുകാരനെ പിടിച്ചു കൊണ്ടുപോകുന്നു. എങ്ങോട്ടാ കൊണ്ടുപോകുന്നു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ പോലീസ് ഓഫീസറുടെ ഗാർഡൻ ക്ലീൻ ചെയ്യാനാണ്, അവിടുത്തെ തോട്ടം നന്നാക്കാനാണ്. മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ ആ ദിമ്മിയായ ആളോട് ചോദിച്ചു, നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പണി ചെയ്യൽ ഇഷ്ടമാണോ? ഇല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാ നീ പോകരുത്, നീ പോവേണ്ടതില്ല. പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഈ അമുസ്ലിമിനെ പിടിച്ചു വെച്ച് മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ രക്ഷപ്പെടുത്തുകയാണ്. അത് പോലീസുകാരൻ ഇഷ്ടമായില്ല. മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ തലപ്പാവ് ഊരിയിട്ട് ഈ അമുസ്ലിമിന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ആമിർ ഇബ്നു അബ്ദുല്ലാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു അമുസ്ലിമിനെതിരെയും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു അനീതി നടക്കാൻ പാടില്ല. ഞാൻ സംരക്ഷണം കൊടുത്തിരിക്കുന്നു, ഞാൻ സംരക്ഷണം കൊടുത്തിരിക്കുന്നു, ഇയാളെ ഒന്നും തൊടാൻ പാടില്ല എന്ന് മഹാനവറുകൾ ഉറക്കെ പറഞ്ഞപ്പോ കൂടെയുള്ള ആളുകളെല്ലാം ഒരുമിച്ചുകൂടി ഈ പോലീസുകാരിൽ നിന്നും ഇയാളെ രക്ഷപ്പെടുത്തിയപ്പോ മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ കുറ്റക്കാരനായി മാറി. രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ടു. മഹാനവറുകൾക്കെതിരിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ടു. മഹാനവറുകൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. മഹാനവറുകൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് പുറത്താണ് എന്ന് വരെ ചില ആളുകൾ പറഞ്ഞു. ഭരണാധികാരിക്കെതിരെ ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഭരണാധികാരി സ്വന്തം വീട്ടിലെ സ്വകാര്യമായ ഒരു ജോലിക്ക് ഒരു പാവമായ ഒരു മനുഷ്യനെ പേടിപ്പിച്ചു കൊണ്ടുപോയതിനെയാണ് മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ ചോദ്യം ചെയ്തത്. അതിന്റെ പേരിൽ അൽ ഖുറൂജു അൻ അഹ്ലിസുന്ന വൽ ജമാഅ അങ്ങനെ ആരോപണം ഉന്നയിച്ചു. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, എന്ത് ചെയ്താലും ഇത് ബിദ്അത്തിന്റെ ആളാണ്, ഇത് ബിദ്അത്ത് അടിച്ച് വേഗം ബിദ്അത്തിന്റെ ചാപ്പെടുക്കും. ഒരു ആകെ ബിദ്അത്തിന്റെ സ്റ്റാമ്പ കയ്യിലുള്ളത്. ആരെന്ത് ചെയ്താലും ബിദ്അത്താ. സുബ്ഹാനല്ലാഹ്. അത് എന്താണ് വിശ്വാസം? എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ ആലിമീങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ വ്യത്യാസമുള്ള വിഷയങ്ങളുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബ് മാത്രമാണോ അഹ്ലുസുന്ന വൽ ജമാഅ? ലോകത്ത് എന്തെല്ലാം മദ്ഹബുകളുണ്ട്. നമ്മുടെ ഷാഫിഈ മദ്ഹബിൽ ഒരുപക്ഷെ നമുക്ക് മക്രൂഹോ ഹറാമോ ആയ വിഷയം പറ്റും പാടുണ്ട്, സുന്നത്തായ വിഷയങ്ങളില്ലേ മറ്റു മദ്ഹബുകളിൽ? അങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോഴേക്കും ഒറ്റടി ഇതിന് ഫേസ്ബുക്കിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഫൈസി എന്ന പേരുള്ള സഹോദരന്റെ കണ്ണൂർക്കാരൻ, ദയവ് ചെയ്ത് ആ ടാഗ് ഒന്ന് ഒഴിവാക്കണം. ഫൈസി എന്ന് പറയേണ്ട അസഭ്യങ്ങളും തോന്നിവാസങ്ങളും മനുഷ്യന്മാരെ കുറ്റം പറയലും സ്വന്തം പിതാവിനെ പോലും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ചെയ്യുന്ന അവസ്ഥകളൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാണ്. പൊതുജനങ്ങൾ എന്ത് വിചാരിക്കും ഇതിനെക്കുറിച്ച്? പൊതുജനങ്ങൾ എന്ത് വിചാരിക്കും? നമ്മൾ അസഭ്യം പറഞ്ഞു. റമദാനിന്റെ സമയം നോമ്പുതുറയെ കുറിച്ച് ബോംബ് തുറ ഒരു സദസ്സിൽ വന്ന് ഒരു അബുദാബിയിലുണ്ടായ ഒരു സംഭവമായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഒരു പ്രതിനിധി, ഒരു പെണ്ണാണ്, ന്യൂസിലാൻഡിന്റെ അംബാസഡർ വന്നിട്ടുണ്ട്, മാത്യു ഹോക്കിൻസ്. ഞങ്ങൾ നോമ്പ് തുറക്ക് വേണ്ടിയിരിക്കുക വലിയൊരു ടേബിളിന്റെ അടുത്ത് വലിയൊരു റൗണ്ട് സർക്കിളാണ്. ഒരുപാട് രാജ്യത്തിന്റെ പ്രതിനിധികൾ വന്നൊരു സദസ്സ്. ആ സദസ്സിലേക്ക് അവസാനം കയറി വന്നത് ഒരു സ്ത്രീയാണ്. അവര് ടേബിളിന്റെ ഒരു അറ്റത്തിരുന്നിട്ടുണ്ട്. ആ അറ്റത്തിരുന്നതിന്റെ പേരും പറഞ്ഞത് ബിദ്അത്താണിത്, ബിദ്അത്താണ്, ഇവർ മുബ്തഹാഫ് വിധേയകളാണ് എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതൊരു ഫൈസിയും തലക്കെട്ടുള്ള ആളാണ്. ദയവ് ചെയ്ത് പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന മഹത്തായ സ്ഥാപനത്തെ നാണം കെടുത്തരുത്. ദയവ് ചെയ്ത് അതും ആ തലപ്പാവ് ഊരി വെച്ചിട്ട് എന്ത് തെറിയഭിഷേകങ്ങളും ഫേസ്ബുക്കിൽ അവർക്ക് പോസ്റ്റ് ചെയ്യാം. അത്തരക്കാരായ ആളുകൾക്ക് സ്വന്തം മഹാനായ ഗുരുനാഥനെ പോലും സ്വന്തം പിതാവിനെ പോലും കണ്ണിന്റെ എന്താ പറയാ കണ്ണുനീർ കുടിപ്പിച്ച് വേദനിപ്പിച്ച കുരുത്തക്കേടൊക്കെ വാങ്ങിയിട്ട് ഈ ലോകത്തിന് എന്ത് കിട്ടാനാണ്?
സന്തോഷിപ്പിക്കാനാണ്. ഇതൊക്കെയാണോ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്? അള്ളാഹിന്റെ റസൂലിനെ സന്തോഷിപ്പിക്കാനാണോ ഈ ചെയ്യുന്നത്? അള്ളാഹിനെ സന്തോഷിപ്പിക്കാനാണോ ഈ ചെറിയ അഭിഷേകങ്ങളൊക്കെ? ദയവ് ചെയ്ത് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ റമദാനായ സമയമാണ്. എന്തായാലും പിശാച് എന്തെങ്കിലും ഒരു ഫിത്ന റമദാനിൽ കൊണ്ടുവന്നിടും. ഇപ്പൊ ഞേളി വിവാദം എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം കൊണ്ടുവന്നിട്ടു. സുബ്ഹാനല്ലാഹ്. ഞാനത് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് പറയാം. ഇന്നലെ അബുദാബിയിൽ ഇന്നലെ അല്ലയിൽ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 12:30 മണിക്ക് അവിടെ പരിപാടി കഴിഞ്ഞത് രാത്രി. ഞാനവിടെ മറുപടി പറഞ്ഞു. എന്നാലും നാട്ടിലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും, മറുപടി പറയണമെന്ന് സുഹൃത്തുക്കളെ പറഞ്ഞതുകൊണ്ട് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന് നിഴലില്ല എന്നാണ് നമ്മുടെ ഇമാമിയങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞ വിഷയം. തങ്ങൾക്ക് ലാ ദുല്ല ലഹു, തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല, തങ്ങൾ നൂറായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഴലുണ്ട് എന്ന് പറഞ്ഞ വേറെ പണ്ഡിതന്മാരുണ്ട്, വേറെ മദ്ഹബിന്റെ ഇമാമിയങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗൽഭനായ ഒരു പണ്ഡിതനുണ്ട്, അൽ ഇമാമുൽ അല്ലാമ അലി ജുമുഅ ഹഫിളഹുല്ലാഹു വറഅ. അഹ്ലുസുന്നയുടെ ആലിമാൻ, മുഫ്തി ദിയാറു മിസ്റിന്റെ മുഫ്തിയായി അടുത്ത കാലം വരെ സേവനം ചെയ്ത പ്രഗൽഭനായ അഹ്ലുസുന്നയുടെ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം എടുത്തു നോക്കിയാൽ മതി. തൊട്ടിനും പിടിച്ചീനും കാഫിറും ബിദ്അത്തുമാക്കി ചാപ്പുകുത്തുന്ന ആളുകൾ ഒന്ന് കണ്ണു തുറന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ ജനാബുൽ ഹഖിലേക്ക് യോജിക്കാത്തത്, ോ ഷറഫിനോ വീഴ്ച വരുത്താത്തത്, മുത്തുനബി തങ്ങളെ ഒന്നും ഹബീബായ തങ്ങളുടെ ഷറഫിന് യോജിക്കാത്തതൊന്നും ഒരു മുസ്ലിമിനും പറയാൻ പാടുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾക്ക് നേലുണ്ടോ ഇല്ല, അത് എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട് എന്ന് ബഹുമാന്യനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകളുടെ അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിനെതിരെ ഒരുപാട് ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം അതുതന്നെയാണോ? അതല്ലത് പിഴവ് സംഭവിച്ചതാണോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എന്റെ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം പറഞ്ഞ വിഷയത്തിൽ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെയും സഫിയ റളിയല്ലാഹു അൻഹയുടെയും പരസ്പരമുള്ള ചക്കുളത്തിപ്പോര് എന്ന് പറയില്ലേ, അതിനെ സംബന്ധിച്ച് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസാണത്. പച്ചയായ ഹദീസ്. ഞാൻ ഹദീസിന്റെ വാക്കുകൾ വായിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ വായിച്ചപ്പോ മഹദി റളിയല്ലാഹു അൻഹു ഒരു നിഴല് കണ്ടു. അതിന് ഒരു പുരുഷന്റേതായിരുന്നു, അത് നബി തങ്ങളായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രഭാഷണം മധ്യേ അർത്ഥം വെച്ചു പോയിട്ടുണ്ട്. അത് തെറ്റാണ്. അവിടെ പറയേണ്ടിയിരുന്നത് ലില്ലിന് അവിടെ ശബഹ്, ഒരു രൂപം കണ്ടു, അടുത്തടുത്തേക്ക് വന്നപ്പോ നബിയാണെന്ന് മനസ്സിലായി എന്നാണ് ബീവി അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ വാദ് പറയുമ്പോൾ അശ്രദ്ധ നമുക്ക് സ്വാഭാവിക. ഒന്നാമത് കുടുംബജീവിതമാണ് വിഷയം. നബി തങ്ങളുടെ ലില്ലിനെ കുറിച്ചോ തങ്ങൾക്ക് നിഴലുണ്ടോ ഇല്ലേ എന്നല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. തങ്ങൾക്ക് നിഴലില്ല എന്ന് ഞാൻ തന്നെ വാദിൽ എത്രയോ പറഞ്ഞതാണ്. ഹബീബായ തങ്ങളുടെ ഖവാസുകളെ സംബന്ധിച്ച് അലവി മാലിക്കി മക്കിയുടെ ഫത്വടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞതാണ്. ഇരിക്കട്ടെ. അവിടെ ആ ഒരു ചർച്ചയോ ആ വാക്കിനെ പറ്റി ഒരു ചർച്ചയോ നടത്താതെ നബി തങ്ങൾ ഒരു നിഴല് കണ്ടു, അത് ഒരു പുരുഷന്റേതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇതാ ഹുദവി എന്ത് ചെയ്തു? പേരോട് ഉസ്താദ് പറഞ്ഞ അതേ ആശയം പറയുന്നു. രണ്ടുപേരും സിയോണിസ്റ്റുകളാണ്, രണ്ടുപേരും കുഫറിലേക്കാ, രണ്ടുപേരും ഇതാ പോകുന്നു മുജസ്സിമത്തിന്റെ വാദത്തിൽ എന്ന് ഞാൻ പറഞ്ഞതും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവർ പറഞ്ഞത് രണ്ടാണ്. അദ്ദേഹം ഒരു വിഷയത്തിന് തെളിവ് ധരിക്കുക ചെയ്തത്. ഒരു വിഷയം ഇസ്തിദ്ലാൽ ചെയ്യലും ഇസ്തിംബാത്ത് ചെയ്യലും വേറെയാണ്, ഒരു വിഷയം ഉദ്ധരിക്കൽ വേറെയാണ്. ആ വിഷയം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക നബി തങ്ങൾക്ക് നേലുണ്ട്, സൈനബി പറഞ്ഞതിന് അർത്ഥം അതാണ് എന്ന് ഞാനത് തെളിവായി പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാണ്. ഞാൻ പറഞ്ഞ തെറ്റാണ്. പക്ഷേ ഞാൻ തെളിവ് ഉദ്ധരിക്കുകയല്ല ചെയ്തത്. ആ ചരിത്രം പറഞ്ഞ കൂട്ട് അർത്ഥം വെച്ചു പോയിട്ടുണ്ട്. അത് സംഭവിച്ചൊരു പിഴവാണ്. അവിടെ പറയേണ്ടിയിരുന്നത് രൂപമെന്നാണ്. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴേ എന്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു, അല്ലെങ്കിൽ നേലെന്ന് പറഞ്ഞോ? ചോദിച്ചു, റബ്ബേ ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ലല്ലോ. പറഞ്ഞു നേലെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാരല്ല, നമ്മൾ കുടുംബജീവിതം പറഞ്ഞതല്ലേ, അതൊക്കെ മനസ്സിലാക്കാൻ ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടാവുമല്ലോ. അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. അന്നത് മണ്ണാർക്കാട് വെച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രഭാഷണമാണ്. അത് വെച്ചിട്ട് ഈ പരിശുദ്ധ റമദാനിൽ എത്രയോ ഉസ്താദുമാരുടെ നോമ്പ് പോയി. നുണ പറയുകയും എന്റെ വിശ്വാസം എന്റെ കൽബിലുള്ളത് എങ്ങനെ അവർക്കറിയാം? ഞാൻ പറയുന്നത് തെറ്റാണെന്നും തെറ്റ് പ്രചരിപ്പിക്കുകയാണെന്നും ഞാൻ പഴപ്പിക്കാൻ വന്ന ആളാണെന്നും ഞാൻ വഹാബിയാണെന്നും എന്റെ ഗുരുനാഥൻ സയ്യിദ് ബിൻ ജോർജ് ആണെന്നൊക്കെ ഒരു ഉസ്താദ് പറയണ്ട. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഈ സയ്യിദ് ബിൻ ജോർജ് എന്ന പടപ്പിന് 2 സമയം ഞാൻ വിളിച്ചിട്ടുണ്ട്. 2 തവണ ഞാൻ വിളിച്ചതും അദ്ദേഹത്തിന്റെ 2 തെറ്റുകൾ തിരുത്തി കൊടുക്കാനാണ്. വേറെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അയാളുമായിട്ടില്ല.
ഞാൻ അദ്ദേഹത്തെ 2 തവണ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കാശലവാക്കി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അനാവശ്യമായൊരു പോസ്റ്റർ ഇട്ടപ്പോൾ നബിതങ്ങളുടെയും ഈ ദീനിന്റെയും പ്രമാണങ്ങളോട് യോജിക്കാത്തൊരു വിഷയം അദ്ദേഹത്തോട് പറയത്തൽ. നമുക്കൊരു വിഷമുണ്ടെങ്കിൽ അയാളോടല്ലേ പറയേണ്ടത്. എനിക്ക് 1-2 വളരെ സാത്വികരായ ഉസ്താദുമാരെ നാട്ടിൽ നിന്ന് വിളിച്ചു. ഞാൻ ഇന്നലെ അബുദാബിയിൽ ഉള്ള സമയത്ത്, ഇന്നലെ രാത്രി ഒരു 10:45 സമയത്ത് നാട്ടിൽ നിന്ന് 1-2 ഉസ്താദുമാരെ വിളിച്ചു. എന്താ വിഷയം? പറഞ്ഞത് ഇതാണ് സംഭവം. ഇത്ര ചോദിക്കേണ്ട. അപ്പോഴേക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ്. അൽഹംദുലില്ലാ, ഒരുപാട് അമൽ റമദാനിൽ. ഞാൻ അമലില്ലാത്തൊരു സാധുവാണ്. എനിക്ക് ഒരുപാട് അമൽ കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് ഞാൻ തരൂല, അത് റമദാൻ ആയതുകൊണ്ട്. അത് ഞാൻ തരാൻ ഒരുക്കമല്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, പടച്ചതമ്പുരാൻ മാപ്പ് തരട്ടെ എന്ന് ഞാൻ പറയാൻ. അത് വെച്ചിട്ട് അനാവശ്യമായ പരാമർശങ്ങളും അനാവശ്യമായ ചർച്ചകളും നടത്തിയിട്ട് എന്താ നിങ്ങൾക്ക് നേടാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ ഹദീസുകളിൽ വരുന്ന വാക്കുകൾക്ക് അർത്ഥം വെക്കാറില്ലേ? ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ പറഞ്ഞു, അതിന്റെ മറുപടി. യൻസിലു റബ്ബുനാ തബാറക വ അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് റബ്ബ് ചോദിക്കും മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ല. ഇങ്ങനെ അർത്ഥം വെക്കുമ്പോഴേക്കും ആള് ബിദ്അത്തായോ, ആള് ബിദ്അഇയായോ, ആള് പുത്തനാശയക്കാരനായി മാറിയോ? ആരാ ഈ പുത്തനാശയെന്ന് ചാപ്പ വെക്കുന്ന ആളുകളൊന്ന് കാണാൻ എനിക്ക് വലിയ ആഗ്രഹം. അവരൊന്ന് കണ്ടുപഠിക്കാനാണ്. അല്ലെങ്കിൽ അവരൊന്ന് മുമ്പോട്ട് വന്ന് ജനങ്ങളോട് സംസാരിക്കട്ടെ. എന്നിട്ടെങ്കിലും നമുക്കൊന്ന് ദീൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇരുന്നിട്ട് അവനവന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കി വിടുക. അല്ലാഹു തആല ഇറങ്ങി വരും. അല്ലാഹുവിനോട് യോജിക്കുന്ന നുസൂലൻ യലീഖു ബിഹി എന്ന ആ വാക്കിനെ നമ്മൾ പിന്നീട് വ്യാഖ്യാനം കൊടുക്കണം. അർത്ഥം വെക്കുമ്പോൾ അങ്ങനെ അർത്ഥം വെക്കുക. ഉസ്താദുമാർ പറയില്ലേ, അല്ലാഹുവിന്റെ ഫസ്നഇൽ ഫുൽക ബിഅയുനിന, എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കപ്പലുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ ബിഅയുനിന വ വഹീന എന്ന അർത്ഥം വെച്ച് തീരുമ്പോഴേക്കും ആള് മുനാഫിഖായോ, ആള് കപടവിശ്വാസിയായോ, ആള് മുബ്തദിആയോ? വാക്കുകൾക്ക് അർത്ഥം പറയൂലേ? അള്ളാഹുവിന് കണ്ണില്ല, അള്ളാഹുവിന് കാത്, കൈ, മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഒരു ഖൽഖിന്റെയോ ഉപമ അള്ളാഹുലേക്ക് ബാധകമല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല. ഇതറിയുന്ന പഠിക്കുന്ന ആളുകൾ വാക്കർത്ഥം വെക്കും അർത്ഥം വെച്ചു പോകൂലേ? അങ്ങനെ അർത്ഥം വെച്ച് അതൊരു പിഴവ് സംഭവിച്ചു. ഇനി അതല്ല, അർത്ഥം വെച്ചു പോയി, നമ്മൾ തെളിവുദ്ധരിക്കുകയല്ല. അങ്ങനെ പറഞ്ഞിട്ടൊരു വിഷയത്തെ സമർത്ഥിക്കുകയാണെങ്കിൽ ആ ആക്ഷേപിച്ചതിനൊക്കെ ഒരു സ്ഥാനമുണ്ട്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അർത്ഥം വെച്ച് പോയത്. ആ അർത്ഥത്തിൽ ആ ചർച്ചയിൽ വന്ന വിഷയം പിണക്കത്തെക്കുറിച്ച്, നബിതങ്ങളുടെ ഭാര്യമാരുടെ ഇടയിലുണ്ടായൊരു വിഷയം ചർച്ച ചെയ്ത ഭാഗമാണ്. അതിനൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് തലപ്പാവ് ധരിച്ച സമുദായത്തിൽ പണ്ഡിതന്മാരാണെന്ന് അറിയപ്പെടുന്ന ഏതെങ്കിലും മഹലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഞാൻ ഏതാനും ചില ആളുകളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം ആളുകൾ ദയവ് ചെയ്ത്, ഇതൊന്നുമല്ല അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങൾക്കും വിരുദ്ധമായി അല്ലെങ്കിൽ അതിന് എതിരായ അഭിപ്രായ പ്രകടനം നടത്തി എത്രയോ ഇമാമിയങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളിലുണ്ട് എന്നിവർ മനസ്സിലാക്കണം. ഇത്തരക്കാരായ ആളുകൾ ഈ പോക്ക് പോയാൽ അല്ലാമ ഇമാം നബവി തങ്ങളെ കുറിച്ച് പോലും ഈ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരും. പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇമാം നബവി തങ്ങളുടെ ചില അഭിപ്രായങ്ങളിൽ നമ്മുടെ നാടുകളിൽ നമ്മൾ ആചരിച്ചു പോരുന്ന വിഷയങ്ങളുമായി ഇമാം നബവി തങ്ങൾക്ക് എതിരുള്ള എത്ര വിഷയങ്ങളുണ്ട്? അത് വിചാരിച്ച് മഹാനായ പണ്ഡിതനെ നിങ്ങൾ കുതിര കയറുമോ? ഏതെങ്കിലും ഒരു തുരുപ്പ് ചീട്ട് പിടിച്ചിട്ട് പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ദാഴികളെ, പ്രബോധകന്മാരായ ആളുകളെ, നമ്മളാരും ഒന്നും തികഞ്ഞ ആളുകളല്ല. ഞാൻ പറയാൻ, നമ്മളൊക്കെ മനുഷ്യരാണ്. തെറ്റും പിഴവും ഓർമ്മക്കുറവും ഉറക്കവും ക്ഷീണവും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ്. തെറ്റുകൾ നമ്മൾ തിരുത്താൻ ഒരുക്കമാണ്. ആ തെറ്റുകൾ ഒരു മനുഷ്യൻ തിരുത്തിയില്ലെങ്കിൽ ആ മനുഷ്യനെ നമുക്ക് ആക്ഷേപിക്കാം. അതും പരസ്യമായി ചെയ്യുന്നത് ഉചിതമല്ല. നേരെ മറിച്ച് ഒരു പിഴവോ തെറ്റോ സംഭവിക്കുമ്പോഴേക്കും ഒരാൾക്ക് ഇൽമില്ല, വിവരമില്ല, ജാഹിലാണ്, ജഹാലത്താണ്, വലാലത്താണ്. അങ്ങനെ ആരാണ് ഇവിടെ ഒരു തെറ്റുമില്ലാത്ത ആളുകൾ? നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഉണ്ടോ ഒരു തെറ്റുമില്ലാത്ത ആളുകൾ? ഞാൻ ചോദിക്കാൻ. ഏത് പക്ഷത്തായിരിക്കട്ടെ, ഇനി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അങ്ങനെ തെറ്റുപറ്റി, നമ്മൾ സഹോദര ബുദ്ധിയെ തിരുത്തി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതിന്റെ പേരിൽ ആക്ഷേപിക്കാനോ അയാളെ കളിയാക്കാനോ പരിഹസിക്കാനോ അല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ സമസ്തയുടെ പക്ഷക്കാരാണ്, ഒക്കെ ശരിയാണ്. നമ്മുടെ പക്ഷത്തുള്ളവരോ അപ്പുറത്തുള്ളവരോ ആകട്ടെ, നമുക്കൊരു സൽബുദ്ധി വേണ്ടേ? ഒരാളെ കുറിച്ച് ഒരു തെറ്റ് തിരുത്തി കൊടുക്കണം. തിരുത്തി കൊടുത്തിട്ടും അത് തിരുത്തുകയോ അഭിപ്രായം മാറ്റിപ്പറയുകയോ ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതിനെ നമുക്കൊരു പക്ഷേ എതിർക്കേണ്ടി വരും. എന്നല്ലാതെ നിങ്ങൾക്കറിവില്ല, ഞങ്ങൾക്കറിവുണ്ട്. ഒരു മനുഷ്യൻ അറിയാത്ത എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന നിങ്ങൾക്ക് ലോകത്തെ എല്ലാ വിഷയങ്ങളും അറിയോ?
ഒരു വിഷയം അറിയാതെ പോയതിന്റെ പേരിൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും ജാഹിലാണെന്ന് പൊതുജനങ്ങളോട് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ഹിക്മത്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാനാണോ ഇത് ചെയ്യുന്നത്? ഞാൻ വളരെ വളരെ വിഷമത്തോടുകൂടെ ചോദിക്കുകയാണ്. അത്തരം ആളുകൾ ഇതുപോലെ റമദാനിലൊക്കെ ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. ഒരുപാട് അമല് എനിക്കും അതുപോലെ ആ വേദന എത്ര കാലം ഞാൻ അനുഭവിക്കുന്നുണ്ടോ, എത്ര കാലം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇതൊക്കെ ഓടുന്നുണ്ടോ, അതിന്റെ ഓഹരി കിട്ടുന്നതിന് ഞാൻ അള്ളാഹുവിനോട് കൃതജ്ഞനാണ്, അവരോട് നന്ദിയുള്ളവനാണ്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ വീണ്ടും പറയാൻ, അവർ പറഞ്ഞതുപോലെ ഞാൻ തെറ്റുകാരനാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അവർ പറഞ്ഞ ആ തെറ്റെന്നിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അത് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അനങ്ങിയാൽ ബിദ്അ, അനങ്ങിയാൽ മുബ്തദിഅ, ഇത് ചാപ്പകുത്തുന്ന ആളുകൾ ഒന്ന് കണ്ണു തുറന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്കും മറ്റു മദ്ഹബുകളിലേക്കും നമ്മുടെ ഇമാമിയങ്ങളിലേക്കും നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ തന്നെ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ആളുകളിലേക്കും ഒക്കെ ഒന്ന് കണ്ണോടിച്ചിട്ട് മതി അവനവൻ പിടിച്ച മുയലിന് 4 കൊമ്പുണ്ട് എന്ന് പറയുന്ന ഈ രീതി ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം. തെറ്റുകൾ തിരുത്തി തരുന്ന ആലിമീങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ നന്മ. എത്രയോ ഉസ്താദുമാർ, ഞാൻ അവരെ വളരെയധികം സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. തെറ്റുകൾ പറഞ്ഞു തരികയും തിരുത്തി തരികയും ചെയ്യുന്ന ഉപദേശിക്കുന്ന മഹാപണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അൽഹംദുലില്ലാഹ്, ആ നന്മ നിലനിൽക്കട്ടെ. പക്ഷെ ആ നന്മ തിരുത്തുന്നത് ഒരു പരിഹാസത്തിലേക്കും ആക്ഷേപത്തിലേക്കും ആയി പോവാതെ സൂക്ഷിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ആ വിഷയവുമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.